Hare
गुरु महाराज की എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇത് ഇന്ന് അവസരം തന്നതിനായി മാമനട്ടയിലെ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് ഞാൻ വന്നതാണ് ശരിക്കും. കാരണം കമ്മിറ്റ് ചെയ്തതല്ല. അതുപോലെ ചിലപ്പോൾ ജഗന്നാഥിനിയിലേ പറയാൻ പോട്ടെ അത് കുറച്ച് ടെസ്റ്റുകളുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം മുമ്പ് നല്ല ചാലഞ്ച് ഉണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ കൂടി ഞങ്ങളുടെ ഭക്തിവൈ കോഴ്സിൻ്റെ പരീക്ഷ, പിന്നെ അബുദാബിയിൽ ഞങ്ങളുടെ ശിക്ഷാ ഗുരു പഠിക്കാൻ വന്നിട്ട് ബാബ ഗുരുവായൂർക്ക് വരികയെ പറഞ്ഞിട്ട് അവരുടെ വക, ജഗസാക്ഷി പ്രഭു വരിക കഞ്ചിക്കോട് അവരുടെ വക എല്ലാം കൂടി ഭഗവാനെ ഞാൻ എന്ത് ചെയ്യും. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ടോപ്പിക്ക്. ആൾട്ടിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു പോകാൻ ഞാൻ എന്ത് ചെയ്യും. ഞാൻ അതുവരെ വെളിപ്പെടുത്തിട്ട് അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഞാൻ സുസ്മിതയോട് പറഞ്ഞില്ല, മനസ്സുകൊടും പറഞ്ഞു. അപ്പം എന്തായാലും ഭഗവാൻ എന്തെങ്കിലും വഴി കാണിക്കും പറഞ്ഞില്ല. എല്ലാം ഞങ്ങളുടെ എക്സാം പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ അപ്പം അത് കാരണം എനിക്ക് ശിക്ഷാ ഗുരുവിനെ കാണാൻ പോകാൻ പറ്റും. പിന്നെ ശാരീരിക ബുദ്ധിമുട്ട് കൈകാലം ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ വന്നു. ഹരി പോകും എല്ലാം ഗുരു നമ്മൾ ഭഗവാനെ പറയണ്ട കേട്ടോ. ചിലപ്പോൾ ഗുരുമാരെ ടെസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് പല ഓബ്സ്റ്റക്കിൾസും വരും. ചിലപ്പോൾ ഡിവോട്ടീസിൻ്റെ നടി അവിടെ നിന്ന് അല്ലെങ്കിൽ അവരുടെ തീരുമാനം ഈ ഗുരു പരമ്പര ഇല്ലാത്തതൊക്കെ തോന്നിപ്പിക്കും. അതൊക്കെ എന്നാലും നമ്മൾ പിടിച്ച് നിൽക്കാൻ പറ്റുമോ നോക്കണം നമ്മളെ. പക്ഷെ നമ്മളെ സാധാരണ ഡിവോട്ടീസ് എന്താ പറയും, ആ പ്രഭുവാണ് കാരണം ഈ മാതാവ് ചേർക്കാരണം എനിക്കിപ്പോൾ എവിടെയും പോകാൻ പറ്റാണ്ടായി അങ്ങനെയൊക്കെ പറയുന്നു. നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ നമ്മുടെ ടെസ്റ്റ് തോറ്റു, നമ്മളത് തോറ്റു പ്രഖ്യാപിച്ചു. അപ്പോൾ ചിലപ്പോൾ ഫിസിക്കൽ ചാലഞ്ച് തരും, മാനസികമായി ശാരീരികമായി ഫിനാൻഷ്യലി ഒക്കെ തന്നെങ്കിൽ. അപ്പം നമ്മളത് പറയേണ്ട ആവശ്യമില്ല. ശ്രീല പ്രഭുപാദിൻ്റെ ഉദാഹരണം. പക്ഷെ നമ്മൾ പറയും പ്രഭുപാദിനെ വഴി ഞാൻ സാധാരണ പ്രഭുപാദിനെ പോലെയല്ല സാധാരണ ഡിവോട്ടീസല്ലേ. നമ്മളത് ശരിയാണ്. പക്ഷെ അപ്പം നമ്മൾ കൂടുതൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ജപിക്കും മാനത്തിൽ ചെയ്യും. പക്ഷെ ഇങ്ങനെ എൻജോയ് മൂഡിലായിരിക്കും. അങ്ങനെ ജസഷ് പ്രഭു പറയില്ലേ, നമ്മൾ വെയിറ്റ് കുറയ്ക്കാനോ എക്സസൈസ് ഓട് നടത്തുക ചെയ്യണം. ഒരു നായകത്തൊക്കെ ഓടുന്നത് വ്യത്യാസം. അപ്പം അതേപോലെ നമ്മളപ്പം കൂടുതൽ പഠിക്കും അല്ലേ, പാണ്ഡവരുടെയൊക്കെ കഥ അറിയാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തേ പറ്റും, വേറെ ലക്ഷ്യമൊന്നുമില്ല. പിന്നെ ചിലവർ പറയും ഇതിനകത്ത് വന്നപ്പോഴാണ് പ്രശ്നങ്ങളുള്ളത്. കാരണം എന്താ, ആ പുറത്ത് മായയുടെ മടിയിലാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മായ പ്രശ്നം കൊടുക്കില്ല, അവരുടെ മടിയിലല്ലേ ശരി ചാഴ്ചയ്ക്കോട് പറഞ്ഞിട്ട് പടക്കും. മറ്റേ അങ്ങോട്ട് പറഞ്ഞിട്ട് വിളിക്കും. അതിനാണ് അതൊന്ന്. പിന്നെ എന്തായാലും ഭൗതിക ലോകത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ആത്മീയ ലോകത്തേക്ക് പോകണം മുമ്പുള്ള ടെസ്റ്റുകൾ ഏത് വേണമെന്ന് നമ്മൾ തിരക്കണം. നമ്മൾ വേദിക്കുകയാണ് ഇതിനകത്തേക്കാളും പുറത്താണ് സുഖം, കഥാസ്തു പറയും ഭഗവാൻ. മായി പറയും വരും എൻ്റെ പാർട്ടിയിൽ വരും പറയും. അപ്പം അതൊക്കെ എന്തുപോലെ ഇരിക്കും, നമ്മുടെ പ്രാർത്ഥനയിലിരിക്കും. ഹരേ കൃഷ്ണ. എൻ്റെ ഗുരുമഹാരാജിന് എല്ലാ പ്രണാമങ്ങളും ഈ സേവയും അർപ്പിച്ചുകൊണ്ട് ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയ. ശൃണ്വതാം സ്വഗത കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദ്യന്തസ്തോഹ്യഭദ്രാണി വിനോദി സുഹൃത്സദാ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വദ
ശ്രീഗുരും ദീനനായനം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ജഗന്നാഥ ലീല കി ജയ. ജഗന്നാഥ പുരിയിൽ അമ്പലം ഉണ്ടായത് എല്ലാവർക്കും അറിയാം അല്ലേ? അത് അതിലെപ്പാടാണെങ്കിൽ എൻ്റെ ദൂരൻ്റെ ഹൃദയം എപ്പോഴാണ് എവിടേക്കോ പോയി ഞാൻ എടുത്ത് എഫർട്ട് വൃതാവിലായിരിക്കും വിചാരിക്കണം. അതാണ്. അപ്പൊ ആദ്യം ടെമ്പിൾ ഉണ്ടായത് എല്ലാവർക്കും അറിയില്ല. ആർക്കും അറിയില്ല. മാജി പറഞ്ഞു പുതിയ ആൾക്കാർക്കല്ലേ അറിയുള്ളൂ. ശരി, അതിങ്ങനെ വരുമ്പോൾ ആദ്യം അങ്ങനെ ലീലകൾ എന്തെല്ലാം പറയുന്ന അറിയില്ല. ഞാൻ ആദ്യം ഭയങ്കര നമുക്കൊന്നും അറിയില്ല. ശരിക്കും പണ്ടൊക്കെ ഭയങ്കര തിരുപ്പതി പോകുമ്പോഴും അത്രയും നമുക്ക് ഗുരുവായൂർ എല്ലാവർക്കും അറിയാം. അപ്പൊ തിരുപ്പതിയിലൊക്കെ പോകുമ്പോഴും ശരിക്കും എൻ്റെ സ്വാഗതങ്ങളായിരുന്നു ഭയങ്കര ഭക്തി. നമ്മൾ ചെന്നൈയിലായിരുന്നല്ലോ, അബുദാബിയിലാണ് ഞങ്ങൾ. പക്ഷെ അവര് അപ്പൊ എപ്പോഴും നമുക്ക് ഗുരുവായൂർ പോലെയുണ്ട്. പെട്ടെന്ന് കടന്നു പോകും തീരുമാനിച്ചു. ഭയങ്കര വെട്ടം. അപ്പം നമുക്കങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അത്രയൊന്നും തോന്നിയില്ല. പക്ഷെ ഇഷ്ടമാണ് ഭഗവാനിലെ വന്നത്. പക്ഷെ പിന്നീട് ഞാൻ സേവയ്ക്ക് പോയപ്പോഴാണ് കേട്ടോ അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ അത് എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ജഗന്നാഥ് അതും കുറച്ച് പറയണല്ലോ ജഗന്നാഥിൻ്റെ. അപ്പോൾ ഭഗവാന്റെ ലീലകൾ പറയുന്നത് പറയാം 5 വിധം. 5 വിധത്തിലാണ് പറയുന്നത്. അതിലൊന്ന് രഥയാത്ര. രഥയാത്ര അതാണ് ഏറ്റവും ഭഗവാന്റെ ലീല. എന്താണ് രഥയാത്ര എന്ന് പറയുമ്പോൾ എല്ലാവരും നമുക്ക് രഥയാത്ര പറയുമ്പോൾ എന്തൊരു അതൊക്കെ നമ്മുടെ ഹരികൃഷ്ണ പുസ്തകങ്ങളൊക്കെ അറിഞ്ഞു. അതിന് മുൻപ് പല ഗ്രാമങ്ങൾ തേര് എന്നൊക്കെ പറയും അല്ലേ? ഇപ്പോഴത്തെ തേര് ഭയങ്കര ഞങ്ങളടുത്ത് ഫേമസ്. അല്ല പൊതുവെ ബ്രാഹ്മിൻസിന്റെ ഇതിലൊക്കെ തേരാണ്. അൽമാറിയിൽ അച്ഛൻ്റെ കാണുന്നുണ്ട്. പഴയ ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിൽ എന്നൊക്കെ പറയുന്നു നമ്മൾ ചെറുപ്പക്കാരെ. പക്ഷെ അത് ഇത്ര എൻജോയ്മെന്റ് ഉണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ട് ശരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ ജോലി ഹരേഷ് ഫാക്ടറിയിലും അവരോടുള്ള ഭാഷകൾ അല്ല. അപ്പൊ അങ്ങനെ ജഗന്നാഥിന്റെ തേര് അപ്പം നമ്മൾ ദൂരെ നമ്മളെ ജഗന്നാഥിനെ കാണാത്ത നമ്മളെ കണ്ടോളൂ. ആ പുലിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ടി വിയിലൊക്കെ എന്ത് തിരക്കാണ്. ഞാൻ ഒരിക്കലും യാത്രയ്ക്ക് പോയില്ല. അപ്പൊ ജഗന്നാഥ് അതായത് സാധാരണ ആചാര്യന്മാര് പറയും നമുക്ക് അസുഖമായ എന്ത് ചെയ്യും നമ്മൾ ഡോക്ടറെ എടുത്തു. പക്ഷെ ബെഡ്രീഡാണ് എന്ത് ചെയ്യും ഇല്ലേ? ഇപ്പൊ പിന്നെ ആംബുലൻസ് പണ്ടൊക്കെ വീട്ടിൽ വരും ഡോക്ടർമാര്. ഒന്നും വരില്ല അല്ലെ? ഡോക്ടർമാര് വരും. വരും. അതുപോലെ ഈ ഭഗവാൻ എന്താ വെച്ചാൽ എല്ലാവരും വണ്ടിയിലോ വേണ്ടാടെയോ പാർക്ക് പോകുമ്പോഴേക്കും അവിടെ വന്നു കിട്ടണ്ടേ ഭഗവാന്റെ അടുത്ത്. ചിലവർ അങ്ങനെ വരില്ല. അത് നമ്മൾ പണ്ട് പറയുന്നു മഴ പെയ്യാൻ പോലും മഴ കൊള്ളാണ്ടിരിക്കാൻ പോലും സ്കൂളിൻ്റെ പോയിട്ട് കയറിയിട്ടില്ല. അതുപോലെ അപ്പൊ ഭഗവാനാവുന്ന ഡോക്ടർ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിലേക്ക് വരിക എന്നുവെച്ചാൽ തെരുവിൽ ഇറങ്ങിയിട്ട്. അപ്പൊ നമ്മൾ എന്തായാലും വീടിനുള്ള മടി പിടിച്ചിരിക്കുന്നവർ എന്താ ഒരു ബഹളം പറഞ്ഞിട്ട് വെട്ടി നോക്കും ഇല്ലേ ജനലിൽ കൂടി. അപ്പൊ ഭഗവാൻ കഥാസ് നമ്മളെ കാണുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ജഗന്നാഥ് അതിങ്ങനെ കണ്ണൊക്കെ കണ്ടിട്ട് ഭയങ്കര കണ്ണാണ് എല്ലാവരുടെയും. അത് ഭീമയില്ല അത്ര കണ്ണി. അത് രണ്ടാമത്തെ പറയുന്നത്. അപ്പൊ ആദ്യം രഥയാത്ര. മകന്റെ സഹോദരനും സുഭദ്രമായി സഹോദരനും കൂടിയിട്ട് ഇല്ല ഭയങ്കര ആർപ്പാടായി. അപ്പൊ സാധാരണ ഇങ്ങനെയാണ് നമ്മൾ ഗുരുവായൂരൊക്കെ എല്ലാം പഠിച്ചത്. എഴുന്നള്ളത്തിന്റെ ഭഗവാൻ പുറത്തു വരാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആന പുറത്ത് വരിക ഒക്കെ ചെയ്യും. പക്ഷെ അത് അർച്ചനാമൂർത്തിയല്ലല്ലോ. മെയിൻ ഡേറ്റുകൾ വരില്ല അവിടേക്ക് ഇല്ലേ പൊതുവെ. അപ്പൊ ആ ഒരു എന്താ പറയാ വേറൊരു ഡേറ്റ് ഉണ്ടാവും എപ്പോഴും ചോട്ടിൽ. അതാണ് വരിക.
പക്ഷെ ഇവിടെ അതല്ല, സാക്ഷാൽ ജഗന്നാഥ് അങ്ങനെ അർച്ചനായിരിക്കുന്ന ഒന്നുമില്ല. മൂപ്പര് വെളിയിൽ വരണം. അത് എല്ലാവരും പൊന്തിക്കാൻ കിട്ടും. ഈ ആളുകൾ എന്ത് ചെയ്യും, ചെറിയ കുട്ടികളോട് തന്നെ നിർത്തുന്നത് അവർ ഇട്ട് ഉരുട്ടി ഒരു സാധനത്തൊക്കെ ഒരു പില്ലൊക്കെ ആയിരിക്കും തലേന്നൊക്കെ അവർ പറ്റില്ല. അവർ അതിൻ്റെ മുകളിൽ വീണ് മുട്ടയ്ക്കായി എടുത്തിട്ട് കുഷിച്ചുണ്ട്. അതുപോലെ ഇവരെ കൊണ്ട് ഭഗവാനെ എടുത്ത് ഭഗവാന്റെ മേലെ തന്നെ വീണിട്ട് എല്ലാവരും കൂടെ വലിയ തുണിയോ കയറൊക്കെ പാവം വലിച്ച് കെട്ടി നിരത്തി വിട്ടി ഒന്നും വിനോദമില്ലാണ് പറഞ്ഞത്. എവിടെയും കേട്ടിട്ടുണ്ടാകുന്ന ഇല്ല, അമ്പലത്തിലൊക്കെ നമ്മൾ ദൂരത്തെ നിർത്തുക അത്ര ഇതല്ല എല്ലാവരുടെയും. അപ്പം അതാണ് അത്രയും മേഴ്സിഫുള്ളാണ് ജഗന്നാഥ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ജഗന്നാഥ് ഉരുട്ടി വരുന്നത്. എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് രഥത്തിൽ കൊണ്ടുവരിക. അപ്പം ഈ രഥയാത്ര അത്രയും പ്രധാനമാണ് പുരിയിൽ. പക്ഷെ അവൾക്ക് പുരിയിൽ മാത്രമേ ഒതുങ്ങി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇന്റർനാഷണൽ ലെവലിൽ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഉണ്ടായി. ഭഗവാൻ തന്നെ ഉണ്ടാക്കണം, നമുക്കൊന്നും. പിന്നെ അതുപോലെ പ്രസാദം പുരിയിൽ 56 ഐറ്റം അല്ലേ, എല്ലാം വിവിധ വെറൈറ്റിയാണ്. അതൊന്നും പോലെ ഇന്റർനാഷണൽ ലെവലിൽ പിസ അതൊക്കെ വാർത്ത അങ്ങനെ പറയുന്നത്. അപ്പൊ ജഗന്നാഥ് അങ്ങനെ അത് വന്നു. പിന്നെ രണ്ടാമത് പറയുന്നത് ഭഗവാന്റെ കണ്ണുകൾ. അവിടെ ഭഗവാൻ ഉറക്കേയില്ല എന്ന് പറയുന്നത്. ഭഗവാൻ കാരണം എന്താ പറയുക, നമ്മുടെ ഈ പൂജകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ വന്ന് പൂജിക്കണം. അതുപോലെ ഇതില്ലേ, ഈമയില്ല ഭഗവാൻ, ഈമയില്ല എന്താ വെച്ചാൽ വലിയ കണ്ണാണ്, വൃത്തത്തിലാണ്. കാരണം ഭഗവാനെ പറ്റിയിട്ട് വലിയ ശ്രീകൃഷ്ണ ഭഗവാനെ പറഞ്ഞിരിക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ മത്സ്യാകൃതിയിൽ കിടക്കണം അല്ല, ഈ കൂടി നടക്കാണ്, കൂടി നോക്കും ഗോപിമാരെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഈ കണ്ണുകൾ എല്ലാവരുടെയും വെക്കണം, അതിന് വേണ്ടിയിട്ടാണ് വലിയ കണ്ണുകളാണ് വികസിച്ചിട്ട്. അപ്പം അതൊരു പ്രത്യേകതയാണ്. അപ്പം ഏതോ ഒരു എന്താണ് ഒരു മഹാരാജ് പറഞ്ഞാണ്, ഒരാൾ ഏത് നേരം ഒരു കാമുകിയെ കിട്ടി അതിൻ്റെ പിന്നാലെ തന്നെ, കാരണം അവിടെ കണ്ണിലാണ് അത്ര കൂടുതൽ ഭ്രമിച്ചത്. അപ്പോൾ ഒരു ഭക്തൻ ഏത് സമയം ഇങ്ങനെ ഇയാളെന്താണ് ഒരു മൂഢൻ എന്ന് തോന്നിയില്ലേ ഭക്തന്മാർക്ക്, കേവലം ശരീരത്തിൻ്റെ പിന്നാലെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ നിനക്ക് ഇത്ര അവിടെ ആകൃഷ്ടമൊക്കെ കണ്ണുകൾ. അപ്പം ആലോചിച്ച് നോക്കും, പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് ചേരാനായ കണ്ണ് കാണാണ്ടാവില്ല, ആ ഒരു കണ്ണിനെയാണ്. അപ്പം നിനക്ക് ഇതിലും വെച്ച് വലിയ ഭംഗിയുള്ള കണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വരുമോ ചോദിച്ചു. മൂന്ന് പറയും. അങ്ങനെയായിട്ടുള്ള ജഗന്നാഥ് രഥയാത്രയ്ക്ക് രീതിയിൽ പറയുമ്പോൾ ആളില്ല ജഗന്നാഥിൻ്റെ അഭിനയിക്കുന്നത്. അതാണ്. അപ്പം അതുപോലെ ഇങ്ങനെ ജഗന്നാഥ് എല്ലാവരെയും അട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ജഗന്നാഥിൻ്റെ രീതി. അങ്ങനെ അപ്പം ആ കണ്ണുകളൊക്കെ വെച്ചിട്ട് എല്ലാവരും. അപ്പം ഈ എന്താണ് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ടല്ലോ, ഭീമയില്ല, രാത്രി ഉറപ്പില്ല, 1-2 മണി ആ സമയത്ത് ദേവന്മാർ കൊണ്ട് പൂജിച്ച് അവർക്ക് പൂജിക്കണം. അപ്പോൾ ഒപ്പം ഭഗവാൻ ഉറങ്ങും. നമ്മൾ പറയുന്നത് 2 മണിക്കൂർ അമ്പലം അടച്ചു അടുത്താൽ അതിനകത്ത് ആള് ഭഗവാൻ ഉറക്കുകയും അങ്ങനെ. പിന്നെ ഈ കണ്ണുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗോപികമാര് ശപിച്ചില്ലേ ബ്രഹ്മാവിനെ, കണ്ണ് ഭീമയായി വെക്കാൻ പറഞ്ഞു. ഇങ്ങനെ അടയ്ക്കണ നേരം പോലും നഷ്ടമില്ല നമുക്ക് ഭഗവാനെ കാണാതെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഭീമകളെ വേണ്ടടിച്ചു ജഗന്നാഥ്. ഈ പറഞ്ഞവരെ എന്താ പറയുക, അവരെ ഭക്തന്മാരെ ഇങ്ങനെ കാണണം പറഞ്ഞു. പിന്നെ അപ്പോൾ ഒന്നാമത്തെ രഥയാത്ര ഭഗവാനെ വളർത്തിച്ചു. രണ്ടാമത്തെ ഈ കണ്ണുകളാണ്. മൂന്നാമത്തെ എന്താ അറിയോ, എന്തായിരിക്കും നമുക്കൊക്കെ ഇഷ്ടമുള്ളത്, പ്രസാദം. എന്താ വെച്ചാല് ഈ ഖരീബത്തിൽ നമ്മൾ പറയുന്ന ചൈതന്യ മഹാപ്രഭു മഹാകരുണാമയ മഹാപ്രഭു നാമജപവും ക്യാപ്സൂളാക്കി തന്നു. കാരണം ശ്രീരാമസ്വാമി വളരെ സ്ട്രിക്റ്റായി. ഭഗവാൻ ശ്രീകൃഷ്ണനോട് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരോട് ഗീതയിൽ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും തുല്യനാണ്, പക്ഷെ ഒരു പൊടിക്ക് ഭക്തന്മാർ. പക്ഷെ ചൈതന്യ മഹാപ്രഭു അങ്ങനെയൊന്നുമില്ല. ഭക്തനോ അഭക്തനോ ചണ്ടാടനോ കൊലപാതകയോ ഒക്കെ എൻ്റെ അടുത്ത് വന്നത് ഞാൻ കരുതുന്നത്. പക്ഷെ മാനം ജയിക്കണം, അവിടെ ഒരു ക്ലോസ് ഉണ്ട്. അപ്പം അതെന്തായി എല്ലാവർക്കും 16 പണ്ട് 64 ഭക്തിസിദ്ധാന്തസ്വാമി പ്രഭുത് 32 ശ്രീല പ്രഭുത് 16 കണ്ട. അങ്ങനെ തമിഴ്നാട് പറഞ്ഞ ജഗന്നാഥിനെ എടുത്ത് കൂടുതൽ പോലെയാണ് നമ്മൾ കൂടുതൽ.
അപ്പോൾ അതിന് പുറമെ നമ്മൾ ഉറങ്ങും. ഇവൻ നല്ല സങ്കീർത്തനമൊക്കെ നന്നായിട്ട് പ്രഭു കട്ടിലേക്ക് പാടും കൊട്ടുമൊക്കെ ചെയ്യും രാജ്യത്ത്. അങ്ങനെയുള്ള ദീർഘ്യവ്യാസത്തിൻ്റെ സമയത്ത് ആൾക്കാർ ഉറങ്ങുന്നത്. പക്ഷെ ഒരു സമയത്ത് ഓർമ്മയില്ല. എന്താണ് പ്രസാദമതി മണി എല്ലാവരും ഉടരും. അപ്പം ആ വാരെങ്കിലും അയ്യോ അയാൾ ഉറങ്ങി പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഉഷാറാവും. അപ്പം ജഗന്നാഥ് വിചാരിച്ചു ഈ വക പരിപാടിയൊന്നും വീട്ടിൽ പറ്റില്ല. ഇപ്പം എൻ്റെ ആൾക്കാർ ഞാൻ എങ്ങനെയാണ് ഡാമിലെത്തിക്കണ്ടേ. അപ്പോൾ പ്രസാദം പുരിയിൽ പോയ ആരും ബേസ്മെന്റ് തിരിച്ചു പോയി, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് പ്രസാദം. ഇപ്പോൾ ഗുരുവായൂരിൽ ഒരു ഇഷ്ടംപോലെ കാര്യം, പക്ഷെ ഒരു പരിധി ചിലപ്പോൾ കഴിഞ്ഞു പോയി. അവിടെ കഴിഞ്ഞു എന്നുള്ള പ്രശ്നമില്ല. കാരണം അടുക്കള അടയ്ക്കില്ല, അടുപ്പൊന്നും പോകാനോടിരിക്കും. അതും എങ്ങനെ എത്ര എല്ലാം എത്രയോ സമയം 5 11 പണം 6 56 ഐറ്റം ഡിഫറെൻ്റ് ആണ്. അവിടെ മഹാലക്ഷ്മിയെ ഇവിടെ വിചാരിക്കുന്നത്. മഹാലക്ഷ്മിയെ വന്ന് കുട്ടിയെ അടുക്കളയിൽ ഇടപെടും. അതും അങ്ങനെ മുകളിലേക്ക് മൺപാത്രത്തിലേ പാടും. അതെന്താ കാരണം അടുത്തേക്ക് പറയും. ഈ മൺപാത്രം ഇങ്ങനെ വെച്ച് നമ്മൾ വേവിക്കില്ലേ, അടിയിലല്ല ആദ്യം പോകുന്നു, പക്ഷെ മുകളിൽ പോകുന്നു. അങ്ങനെയുള്ള എല്ലാ ലീലകളും ഭഗവാൻ കാണിക്കുന്നു. എന്നിട്ട് പ്രസാദം വന്നിട്ട് ഇത് ഈ അമ്പലം കെട്ടിയിട്ട് ഇന്ദ്രജുമനെ മഴ വെച്ചാണ്. അത് എല്ലാവർക്കും കഥ അറിയാൻ വിചാരിച്ച് ഞാൻ പറയുകയെ വെച്ചു, അല്ലാതെ ലീലകളുണ്ട്. അപ്പോൾ ആ ഇന്ദ്രജുമനെ മഴ വെച്ച് അമ്പലം കെട്ടിക്കൊടുത്തപ്പോൾ നിനക്കത് ഭാര്യ പോലെ ചോദിച്ചല്ലോ ഭഗവാൻ. അപ്പോൾ ഭഗവാനെ ഇവിടെ വരുന്ന എല്ലാ ഭക്തന്മാർക്കും എപ്പോഴും പ്രസാദം കിട്ടും. ഭഗവാനും അത് കൈ ഉണങ്ങാൻ പാടില്ല, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. ആ റെഡി പറഞ്ഞു ഭഗവാൻ പറഞ്ഞു, ഞാൻ റെഡി എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. പ്രസാദം തന്നെ ആ ഒരു കാര്യമുണ്ട്. പിന്നെ അതിന് പുറമെ പാർവതി ദേവിയുടെ അനുഗ്രഹമുണ്ട് കേട്ടോ. കാരണം അത് എല്ലാവർക്കും ആ കഥ എല്ലാവരും കേട്ടിട്ട് പറഞ്ഞ് ഭഗവാന്റെ പ്രസാദം ഭഗവാന്റെ പ്ലേറ്റ് ഡയറക്റ്റ് വേണമെന്ന് നാരദത്തിൽ ഇങ്ങനെ ലക്ഷ്മി ദേവിയുടെ പുറകെ നടക്കുന്നുണ്ട്. അതായത് ഇതവിടെ ശേഖദാസ് ഠാകൂർ ആണ് ചൈതന്യ മംഗൾ എഴുതിച്ചു കൂടിയെന്ന് പറയുന്നത്. അതെന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ പ്രഭു എന്താ പറഞ്ഞിരിക്കുന്ന ആർക്കും പ്രസാദം കൊടുത്തിരുന്നു. അത് പ്രത്യേകം ഒരു ദിവസം അതിൻ്റെ വ്യത്യാസം നാരദ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ദേവിക്ക് ഭയങ്കര വിഷമം, എല്ലാവരും മക്കളല്ലേ. അപ്പോൾ ഭഗവാൻ വേണ്ടുന്നൊക്കെ ചെയ്യണ്ടെങ്കിൽ മുഖം ഒരു പ്രസന്നതയില്ല. എന്താണ് ദേവിക്ക് പ്രശ്നം എന്ന് ഭഗവാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയും. അപ്പോൾ പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ചോദിച്ചു, ഞാനത് ശ്രദ്ധിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യണമെന്നായിട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ എനിക്ക് നാരദങ്ങളിൽ കുറേ ദിവസം എൻ്റെ പുറകെ നടക്കും, എനിക്ക് നോ പറയേണ്ടതില്ല, പറയണ്ടേ, അങ്ങയുടെ പെർമിഷൻ വേണമല്ലോ, എന്താ ചെയ്യുന്നത്. ശരി, ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ വേഗം എൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ കാണുക എടുക്കണ്ട, പ്രോമിസ് ചെയ്തതല്ലേ. അപ്പം അങ്ങനെ എനിക്ക് മഹാലക്ഷ്മി ദേവി ഒപ്പിച്ച് മുഴുവൻ ഉത്സവം കഴിച്ച് അവിടെ പകാണ്ടില്ല. അത് എനിക്ക് പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഗുരുമാരാജനെ ഓർമ്മ വരും. ഗുരുമാരാജനെ മഹാപ്രസാദം എല്ലാവരും വെയിറ്റ് ചെയ്ത് കണ്ടു. അത് അപ്പം ജഗന്നാഥിനേക്കാളും ഇതാണ് ആൾക്കാർ ഉണ്ടാക്കി വയ്ക്കുക ഡിസൈപ്പിൾസ്. ഗുരുമാരാജ ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത് ആരെവിടെ കഴിക്കും. അങ്ങനെ ഈ തരത്തിലാക്കിയ ഡിസൈപ്പിൾസാണ് എല്ലാം കൊണ്ടും അവരുടെ കർമ്മ കൊണ്ട്. എന്നിട്ട് ഇങ്ങനെ എല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ജഗന്നാഥനായില്ല എല്ലാം കഴിക്കും. അപ്പം അത് അങ്ങനെ മഹാപ്രസാദം അങ്ങനെ നാരദമണിക്ക് കിട്ടി. അത് വയറൊന്നും ഭയങ്കരമായിട്ട് കഴിച്ചു. ആ പ്ലേറ്റിൽ തന്നെ വേണം പറഞ്ഞ് കഴിച്ചു. നാരദമണി കഴിച്ചു കഴിയുമ്പോഴേക്കും നിൽക്ക വയ്യ, ഭയങ്കര എക്സസൈസ് ആയിട്ട് ഒരേ നൃത്തമായി. നൃത്തം കൈലാസത്തിൽ ശിവഭഗവത്ത് നാരദമണി എന്താണ് അവിടെ അപ്പം പറഞ്ഞ് എങ്ങനെയാണ്. അപ്പം അത് ശരി, എനിക്ക് തന്നില്ലല്ലോ. അപ്പം അയ്യോ ഞാൻ കുട്ടി വഴിക്ക് ആരും ഓർത്തില്ല. ശരി, ആ കയ്യിലോട്ട് കഴിക്കുമ്പോൾ അവിടെ കയ്യിൽ നിൽക്കണേനെ എടുത്ത് കഴിച്ചപ്പോൾ ശിവഭഗവാനെ കഴിച്ചു. ശിവഭഗവാൻ ഡയറക്റ്റ് ചെയ്ത് അന്തസ്ഥിതി ശിവതാണ്ഡവം വന്നു. അപ്പം ആയിരിക്കും എല്ലാ ലോകത്തിലുള്ള അയ്യോ എന്താ ഇപ്പം അങ്ങനെ തൃക്കണ്ണ് തുറക്കാൻ ശിവതാണ്ഡവാടാനുള്ള സമയമായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടി പോയിരിക്കും. എന്ത് പറ്റിയോ പാർവതി മാത എന്താ സംഭവം, പാർവതി മാത അറിഞ്ഞിട്ട് വലിയോ കണ്ട് ഓടിക്കുമോ. അപ്പോൾ ഒരേ നൃത്തം ഈ ഭഗവാനെ നിർത്തി എല്ലാ ജീവിതാലയങ്ങളും എല്ലാ ലോകങ്ങളിലും ഭയക്കണമെന്ന് പറഞ്ഞിട്ട്
നിൽക്കാൻ വഴി എന്താ സംഭവം. അപ്പോൾ നാരദമുനി പറഞ്ഞു ഇങ്ങനെ ഉണ്ടായി. നാരദമുനി കുഴപ്പമില്ല. അങ്ങനെ വന്ന ഉദ്ദേശം അപ്പം ഞാൻ വാമഭാഗമാണ്, അർദ്ധനാരീശ്വരൻ, ഇതൊക്കെ വെറും കോഴിയെന്നല്ലേ പറയണത്. എന്നെ ഒട്ടും മൈൻഡില്ലെന്ന് പണിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ നാരദമുനി പോയി വേറെ ലക്ഷ്മിയോട് പറഞ്ഞ് ഭഗവാനെ പറഞ്ഞു. ഭഗവാൻ പോവുക സമാധാനിപ്പിക്കാൻ. ഭഗവാൻ പറഞ്ഞപ്പോൾ എന്താ വേണ്ടത്? നിനക്ക് പ്രസാദമാണ്, ഇനി നിനക്കേ തരുള്ളൂ, എനിക്ക് തരുന്നല്ല. ആ ശിവഭഗവാൻ കൊടുത്തതിനെ പറഞ്ഞു. അപ്പോൾ ശരി, അത് വായിക്കട്ടെ. എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്ക് കഥ. ആരെ മക്കൾ? രണ്ട് 3 പ്ലേറ്റ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ ഭൗതിക ലോകത്തിലല്ല. ഭൗതിക ലോകത്തിലെ മാതാവാരാണ്? പാർവതിയില്ലേ? ദുർഗ. ദുർനടപടിക്കാരെ നിയന്ത്രിക്കുന്നവരുന്നു. എനിക്ക് എൻ്റെ എല്ലാ ഭൗതിക ലോകത്തിലെ മക്കൾക്ക് കഥാസ്തി. അതും കൂടിയാണ് ഇത്ര ജഗന്നാഥനായിട്ട് പുലിയിൽ ഭഗവാൻ വരാൻ കാരണം. കാരണം ഈ ഭൗതിക ലോകത്തിൽ എല്ലാവർക്കും പ്രസാദം എത്തിക്കണ്ടേ. അങ്ങനെ വിമലാദേവിയേക്ക് അപ്പോൾ ശിവഭഗവാൻ കൊടുക്കേണ്ടവരോട് ഔട്ടർ ടെമ്പിളിൽ കൂടിയിരിക്കും. അങ്ങനെ അറിയാതെ പോയി കഴിച്ചു. ഞാൻ കഴിച്ചു. ശിക്ഷ ശരി. അപ്പം ആങ്ങളെ പെങ്ങളെ പറഞ്ഞതൊക്കെ പറഞ്ഞു കേട്ടു. അപ്പം അങ്ങനെ സുഭദ്രമായി ഒരു തരത്തിൽ അങ്ങനെ തന്നെയാണ്. പാർവതിയുടെ സ്പിരിച്വൽ വേൾഡിൽ ഭൗതികത്തിൽ പാർവതിയില്ല. അപ്പം അങ്ങനെ എന്താ പറയുക, വളരെ സന്തോഷമായി എല്ലാവർക്കും. സമയം പ്രസാദവും കിട്ടും. ആര് പോയാലും അവിടെ കണ്ടിട്ടുണ്ട്. ആരൊക്കെ പോയിട്ട് പിരിയിൽ നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങില്ല 100 രൂപ കൊടുത്ത് ഭഗവാൻ. അത് ഒരാൾക്കൊന്നും കഴിച്ച തീരില്ലേ. അപ്പം ഞങ്ങളൊക്കെ എന്ത് പറയും? പിന്നത്തെ നേരെ ആഹാരം കഴിക്കാൻ പോയി. അത് ചെല്ലണ്ടേ, വിശന്നിട്ട് പോകണം പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര സ്വാദല്ലപ്രഭു അത് മറക്കില്ല. നമുക്കതൊന്നും സങ്കടം. അവിടെ പോയാൽ എല്ലാവർക്കും കിട്ടും പ്രസാദം. അതുപോലെ പുലി രഥയാത്രയ്ക്ക് പോകുമ്പോഴേ വഴിനീള ആളുകൾ വെറുതെ വരുന്നു. നമ്മുടെ പൈസമാണല്ലേ കൊടുക്കാൻ പോകുന്നത്. അത്രയും കാരുണ്യവാനാണ് ജഗന്നാഥ്. ആലോചിച്ച് നോക്കി. നമ്മളിതൊക്കെ അറിയാൻ വൈകി. അപ്പം അങ്ങനെ പിന്നെ അപകരണമായി 3 ജഥയാത്ര, കണ്ണുകൾ, പ്രസാദം. 4മത്തെ വന്നിട്ട് ഏറ്റവും അവിടെ ആരെ പൂജാരികൾ അറിയും? നമ്മളെ ഗുരുവായൂർ മേൽശാന്തി ആ മൈൻഡിയെ ശുദ്ധീകരിച്ച് അല്ലേ? ഭയങ്കര പ്രശ്നം അവിടെ. ബ്രാഹ്മണനല്ല പോട്ടെ, ക്ഷത്രിയനല്ല, വൈശ്യനല്ല, ശൂദ്രനല്ല, അതിൽ ലോ ക്ലാസ്സായി അപ്പോഴൊക്കെ വിശ്വസിച്ചു. അതുമാത്രമല്ല, ഈ രഥയാത്രയ്ക്ക് വെളിയിൽ വരും പറയാ വേറൊരു കാര്യം. എല്ലാവരും എന്തൊക്കെ പട്ടിയർക്ക് ചെയ്യാനും പോയി കെട്ടിപ്പിടിക്കാം. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം അത് ഇല്ലാതായിരുന്നു. പണ്ട് എല്ലാവർക്കും പോയി ഭഗവാനെ കെട്ടിപ്പിടിക്കാം. കാരണം അതിനകത്ത് ഗുരുവായൂർ പോലെ തന്നെയാണ് ഹിന്ദുക്കളെ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ശരി ഇവിടെ വന്ന് ബ്രാഹ്മണൻ തൊഴുതുള്ളൂ, ഞാൻ വെളിയിൽ പോയിട്ട് അവർക്ക്. അപ്പോൾ അന്ന് എല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്ന മാത്രമല്ല അത്ര നമ്മൾ ചില ശിവന്റെ അമ്പലത്തിൽ പോയ നന്ദിയുടെ ചെവിയിൽ പറയുന്നത് പറയില്ല. അതേപോലെ ഈ ജഗന്നാഥൻ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ എന്ത് പറഞ്ഞു. അപ്പോൾ ഒരു പ്രഭുവിനെ വർഷങ്ങളായി കുട്ടികളിൽ ശരി വന്ന് സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എനിക്കൊരു നല്ല കൽപ്പൂർ തന്നെ ഭക്തനെ ചോദിച്ചു. അവർ വീടൊക്കെ ഇല്ല, കുറച്ച് പ്രഗ്നൻ്റെ ഒരു നീല മാത്രം പേരിട്ട് അങ്ങനെ പറയും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അത് പിന്നെ ഭഗവാന്റെ ലീലകൾ. അപ്പോൾ ഭഗവാന്റെ ആ 5ാമത്തെ പോയിന്റ് ലീലകൾ 3 തരം ലീലകൾ. ഒന്നെന്താണ്? ആദ്യത്തെ വെച്ചാൽ ദുർവ് ശമിപ്പിക്കുന്ന ലീല നന്നായി. പിന്നെ 2ാമത്തെ എന്താണ്? അതീതപാവന ലീല. 3ാമത്തെ അങ്ങനെ ഭക്ത മനരഞ്ജൻ, അതായത് ഭക്തങ്ങളുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അനുഭവിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ ഈ ഗർഭ ശമിപ്പിക്കുന്ന ലീല എന്താണ്? ഒരു പണക്കാരൻ പണാളി പോലെ ഭൂമി മുഴുവൻ വാങ്ങാൻ പറ്റും എന്നുള്ള പോലെ ഗർഭിൽ ഒരാൾ വരുന്നവിടെ ഭയങ്കര പൈസ കേട്ടോ. അല്ല അയാൾക്ക് തന്നെ നടക്കാൻ പറ്റില്ല, അത്രയും പൈസ. അപ്പോൾ അവിടെ ശരി പൈസക്കാരെ ഒരു ഗർഭ നമ്മൾ കണ്ടില്ലേ ദാമോദരയിൽ നളവും പേരമായിട്ട് ശാപം വിടാൻ കാരണം അവർ നായകൻ നീക്കാൻ പോകില്ലേ പറഞ്ഞു ഇല്ലേ?
സ്ത്രീകൾ അഴകാലമൈന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലവേഴ്സ് പറഞ്ഞു അതാണ്. അതുപോലെ ഭയങ്കര എന്താ പറയുക ഒളിമയോട് പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം ഇത് പുച്ഛിച്ചു. നിങ്ങൾ ഒരു ദിവസം എത്രയോ കോടി ഇദ്ദേഹം ചാലഞ്ച് ചെയ്തു, ഞാൻ തന്നാൽ അത് മുഴുവൻ പഠിച്ചല്ലോ. ഇവർക്ക് കോടി എന്നറിയാം. ഒരാൾ സാധാരണ രീതിയിൽ വന്നാൽ നിങ്ങൾ അത് വെച്ച് എത്ര കോടി ഒന്ന് തന്നിട്ട് പോയാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. ഒറ്റ ദിവസം കൊണ്ട് ഉപയോഗിച്ചോളാം. വേഗം പൂജ ശരി ജഗന്നാഥനോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയാം കേട്ടോ. ഞാൻ ജഗന്നാഥനോട് ചോദിച്ചിട്ട് പറയും. അപ്പം ആ കാലഘട്ടത്തിലൊക്കെ ഗുരുവായൂർ മേൽശാന്തിമാർക്കൊക്കെ സ്വപ്നം കൊടുക്കും അല്ലേ, ഒന്നും കൊടുക്കില്ല. അപ്പോൾ കണ്ടു ഇത് അത് ഗുരുവായൂർ അത്യാവശ്യം എന്തൊക്കെയുണ്ട് കേട്ടോ. ഗുരുവായൂർ എപ്പോഴും ചെയ്യുന്നത് ശരി പറഞ്ഞിട്ട് നാളെ പറഞ്ഞാൽ മതി. നാളെ ഞാൻ ഇവിടെ വരും. എത്രയോ കോടിയൊക്കെ നമ്മൾ പാവം കാട്ടിട്ടും കേട്ടിട്ടും കൂടിയില്ല. പാണ്ടാസോടെ അന്ന് ഇത്ര തിരക്കുമില്ല. എല്ലാവരെയും തന്നെ ഗുരുവായൂർ എൻ്റെ മുത്തശ്ശനൊക്കെ പറയും. അവനാ ഒരു സൈഡിൽ ഈ എന്താണ് കീർത്തനം ഇതൊക്കെ നടത്തുന്നത് ചെമ്പയോളം അതിൻ്റെ സൈഡിൽ കടയില്ലേ നാടകം. അതിൻ്റെ ആ മ്യൂസിയത്തിലേക്ക് പോണ വഴിയിൽ ഒരു പുഷ്പോത്ത് പറഞ്ഞ മണിയില്ലേ ആൾക്കാരുണ്ടല്ലോ. അതെൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ അവരൊക്കെ അന്ന് ഒരു പോകണം തോന്നിട്ട് പുറത്ത് പോയി പിടിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ എൻ്റെയൊക്കെ ഓർമ്മയിൽ ക്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല, നേരെ പോകും നമ്മൾ. ചെറുപ്പത്തിലൊക്കെ ആ കൊമ്പ് മുളച്ച തേങ്ങയൊക്കെ ഇപ്പുറത്തായിരുന്നു പുരാപരം. അവിടെ എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. പിന്നീടാണ് മതി. അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മുത്തശ്ശന്മാരും ഭജനിക്കാൻ ഞങ്ങൾ ഓടും. ഞങ്ങൾ ഭജനിക്കാനുണ്ട്. ഭയങ്കര സുഖമല്ല അവിടെ പോകുമ്പോൾ ഇങ്ങനെ മോതിരൊക്കെ വാങ്ങാൻ. അപ്പം ഞാൻ എന്ത് ശരി ജഗന്നാഥ് വലിയൊരു കഷ്ടകാലമായിരുന്നു. എൻ്റെ ഭർത്താമാരെ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് വന്ന് പറയാൻ കരി കൂടി വേണ്ടി എത്ര കോടി രൂപ ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ചിലവാക്കാൻ എന്ത് ചെയ്യും പറയാത്ത പ്രാർത്ഥിക്കണം. അപ്പം രാത്രി പറഞ്ഞു എനിക്ക് ബെറ്റിലിനട്ട് അതായത് ബെറ്റിലച്ചും ആ പാട്ട് ഭഗവാനെ ഇപ്പോഴും നമ്മൾ കഴിക്കാൻ പാടില്ല കേട്ടോ. രാധാകൃഷ്ണനൊക്കെ എപ്പോഴും ആ ഇതിൽ രാസലീല നടന്ന അവിടെയൊക്കെ വയ്ക്കും. അവരത് പഠിക്കുന്നവരാണ് ഇപ്പോഴും. പഠിച്ചിട്ട് പാമ്പോലെ അവർ രണ്ടുപേരും പഠിച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് പഠിച്ചിട്ടൊക്കെ അവിടെ അതൊക്കെയാണ് പ്രസാദം കിട്ടുന്നത്. അവിടെയുള്ള ഭാഗ്യം നോക്കി പാടി പകുതി കുടിച്ചിടും എല്ലാം ചെയ്യും. അപ്പം ഈ എല്ലാ അമ്പലത്തിലും അങ്ങനെ പാനൊക്കെ കൊടുക്കും. ഇവിടെയും ഗുരുവായൂർ അടയ്ക്കാൻ ഈ ഇത് കഴിഞ്ഞ ശയനാരത്തിന് പ്രാർത്ഥിക്കും കല്യാണം നടത്താൻ വേഗം. അപ്പം അങ്ങനെ കൊടുക്കുക. ഈ വെറ്റല അടയ്ക്കാൻ എനിക്ക് വേണം. അപ്പം വെറ്റില അടയ്ക്കൊക്കെ എന്ത് ഉപ്പിയോ വേറെ എന്തൊക്കെ പോയി പറയാൻ പറ്റും. അങ്ങനെ പുറത്തേക്ക് അപ്പോൾ കാര്യമുണ്ട്. ആ അടയ്ക്കാണ് എന്താണ് ആനയുടെ മസ്തകത്തിൽ എന്തൊരു മണി, അതിനെന്തൊരു പ്രത്യേക പേരുണ്ട് വേദത്തില് എന്താണ് ഗജ മുഖഹർ എന്താണ് അത് എനിക്ക് വെച്ച് തരാം. ഒറ്റൊന്നും മതി. അത്രയില്ല ശരി കൊണ്ട് പറയും. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം കുളിച്ച് പാട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു ജഗന്നാഥിനെ അത്രയും നീ ആലോചിച്ചു എല്ലാ ആനയുടെ ഇതിലില്ലേ എത്ര ആനയെ വാങ്ങി കൊല്ലാൻ പറ്റും പാവം. അതൊക്കെ കിട്ടിയില്ലെങ്കിലും അപ്പോൾ ഒറ്റ ഒന്നും മതി അത്രേ ആ ഒരു കിട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ നേരെ ഭയങ്കര സങ്കടം. കിരീടമൊക്കെ അഴിച്ചു വെച്ചിട്ട് അത് രാജാവ് പണക്കാരോ കിരീടമല്ല അവരുടെ തലപ്പാതൊക്കെ വെച്ച് രാജാവല്ല പണക്കാരനാണ് താഴ്ത്ത് വെച്ച് ജഗന്നാഥ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ പൂജയ്ക്ക് ആശുപത്രി കൊടുക്കും. അവനോട് എന്താ വേണ്ടത് തന്നിട്ട് സ്ഥലം കൂടാൻ പറഞ്ഞു. അത്ര തന്നെ അതിൻ്റെ മേഴ്സിയാണ് എൻ്റെ വാട്ടാറി അങ്ങനെ ഗർഭ ശ്രമിച്ചു. പിന്നെ ഒരാൾ ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ്റെ പേരെന്താണ്? പണ്ഡിതൻ്റെ പേര് ഇവിടെ പേരാണ് കിട്ടില്ല. അല്ല സോറി ഉദയനാചാര്യ ഒരാൾ. ആൾ വന്നിട്ട് ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതീത ഭാവനാണ്, കണ്ടത് മുക്തി കൊടുക്കും, എല്ലാവർക്കും ലിബറേഷൻ കിട്ടും എന്നൊക്കെ പറയും.
അത് ഒന്ന് പരീക്ഷിക്കണം. പുള്ളി വിചാരിക്കുകയാണ് കേട്ടോ, എനിക്കൊന്നും തോന്നിയില്ല. അതുപോലെ ഈ ഡേറ്റുകളെ കണ്ടിട്ടുണ്ടോ? കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഭക്തരെല്ലാത്തിനും വലിയ ഇഷ്ടമില്ല. ഭഗവാനൊക്കെ പറഞ്ഞ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ മോഡലോടുകൂടി ഭംഗിയിൽ ചിരിച്ചൊക്കെ കണ്ടു ഒരുമാതിരി എന്നൊക്കെ ചിലർക്ക് തോന്നി. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും പുള്ളി ഇങ്ങനെ വിചാരിച്ചു. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ എന്താണ് പരിശുദ്ധ മഹാരാജിൻ്റെ മകരത്തിന് ജനമേ ചെയ്യുന്ന ദോഷം വന്നിട്ട് പാമ്പ് കേൾക്കും. അപ്പോൾ ഇവിടെ വന്ന് വ്രതം എന്താ പറയുക ഭജന ഇരിക്കേണ്ടി വന്നു അല്ലേ? അപ്പൊ ഈ സപ്താഹം കേൾക്കുമ്പോൾ ഭീമനൊക്കെ അതുകൊണ്ട് തല്ലി ആനകളോ പിന്നെ അന്വേഷിച്ച് പഠിക്കണം. ആഴത്ത് വന്നിട്ട് അതുകൊണ്ട് അയാളെ തിരിച്ചു കൊന്നുകൊണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഈ നമ്മൾ അപ്രിയമായിട്ട് നല്ല ഭക്തന്മാർ പറയണൊക്കെ പൂജിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല അടിയുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഇയാളൊക്കെ പണ്ട് പറഞ്ഞു ഇങ്ങനെ മടവൊക്കെ നോക്കാറുണ്ട്. എന്ത് പറയൂ അന്ന് മഴയില്ല. ഇവര് നാളെ വന്ന് തുറക്കുമല്ലോ, എന്ത് ചെയ്ത് നടന്ന് പൊട്ടിക്കാൻ പറ്റുമോ? മഴയൊക്കെ എടുത്തിട്ട് കുലുക്കിയപ്പോൾ ഞാൻ ഉള്ളിൽ നാല് കുറ്റിയിരിക്കും. അപ്പൊ ഇവര് പേടിച്ചു നിങ്ങൾ ശരിക്കും കൂട്ടിയിട്ട് വിളിക്കുക ആരും കയറി കുറ്റിയിട്ടു. അപ്പൊ പല സംശയം പൂജാരിയൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞു അതിൻ്റെ സത്യമായിട്ട് എന്നോട് ഇവര് ബഹളം. എന്തായാലും നമുക്ക് ജഗന്നാഥനോട് ചോദിക്കാമല്ലോ. അപ്പൊ അന്ന് മുഴുവൻ ആർക്കും ദർശനം കൊടുത്തില്ല പറഞ്ഞു. ജഗന്നാഥനെ കുറിച്ച് എങ്ങനെയുണ്ടാവുന്നു അതേപോലെ സ്വപ്നത്തിൽ അതെ ആ ഒരു ഉദയനാചാരി കൊണ്ട് വരും അവിടെ. ആ പുരി സ്ഥലമില്ലേ വിട്ട് പുറത്ത് പോകണ്ട എൻ്റെ വാതിൽ ഞാൻ പറഞ്ഞു ഞാനെ വീട്ടിൽ കിടക്കും. അപ്പൊ ഭഗവാനെ പൂജാരി നേരത്തെ കൊണ്ടുപോയാൽ ഇയാൾ പോയി ഇയാൾ നമുക്ക് തുറന്നിട്ട് ഇല്ലേ എപ്പോഴും കേരളത്തിൽ അമ്പലത്തിൽ തുറക്കാൻ വേണ്ടി വേസ്റ്റ് പോകാൻ എല്ലാം അരിഞ്ഞാളെ കഴിയും. അവർക്കൊക്കെ ടെൻഷനാണ്. അതുപോലെ ഈ ഇയാൾ വന്ന് എവിടെയാണോ നിൽക്കുന്നുണ്ടാവുന്നത് ഇത് പ്രശ്നമായി. പൂജാരിമാർക്ക് ഒന്നും ടെൻഷനാണ്, ഗുരുവായൂരമ്പലത്തിൽ മേൽശാന്തിമാർക്ക് ഒന്നും ടെൻഷൻ. കാരണം അമ്മയുടെ ഭാവമല്ലേ യശോദയെ കളിപ്പിക്കുമ്പോൾ എല്ലാം അത് കാണില്ല ഇത് കാണില്ല. നാരായണ അതിലൂടെ കൊണ്ട് ആൾക്കാർ പുറത്തുനിന്ന് വിളിക്കും തുറക്കണ്ടേ നാടാ തുറക്കണ്ടത് റെഡിയാവില്ലേ. ഒന്നെടുക്കുമ്പോൾ വേറൊന്ന് വീഴോത്ര പിന്നെ അത് വേറെ കിട്ടുകയാണ് ഭൂമിൻ്റെ അടിയിൽ പോകും. അയ്യോ ഇവർ മേൽശാന്തിമാർക്ക് പേടിയാണ്. കാരണം ഭഗവാനെ ഇന്ന് എന്നെ പരീക്ഷിക്കുന്നു. അതായത് അവിടെയെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടേ നമ്മൾ ചിലപ്പോൾ ആലോചിക്കാം. ഞാനത് കേട്ടാ അത് കഴിഞ്ഞു വേണമെങ്കിൽ പിള്ളേർക്ക് പിള്ളേർക്ക് പറയുന്നൊക്കെ കണ്ടായിരിക്കും നമ്മൾ. അതുപോലെയൊന്നും ഗുരുവായൂർ നടക്കില്ല. മേൽശാന്തിമാരെ ഇത് കഴിഞ്ഞിട്ട് വേണം മറ്റേ വേണം അത് കഴിഞ്ഞിട്ട് പറയും അത്ര തന്നെ. അപ്പൊ ഭയങ്കര തന്നെ എന്ത് ചെയ്തു ഇദ്ദേഹം ഓടി വന്നിട്ട് ആരാണ് ഉദയനാചാരി ഇയാളെ പ്രൗഡായിട്ട് ഞാനാണ് അതായത് എന്നെ അറിഞ്ഞോട്ട് വെച്ചിട്ട് ഞാൻ അപ്പൊ ഒന്ന് ഇവിടേക്ക് വേറെ പേര് ഒരു കാര്യം പറയുന്നത് എന്താണ് ജഗന്നാഥ് ബ്രഹ്മാൻ പറഞ്ഞു പബ്ലിക്കിൽ പറഞ്ഞു ഇയാൾ വെച്ച് ജഗന്നാഥ് എന്നെ പറ്റി ഒന്ന് പറയും. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ പറയാം നിങ്ങളിപ്പോൾ കൂലി വിടണം. അതറിയാം മറ്റുള്ള ഭക്തന്മാർ 2 ദിവസം ഒരാൾക്ക് ദർശനം കൊടുത്തില്ല. നിങ്ങളുണ്ടെങ്കിൽ നാടകമൊക്കെ അയാൾ വരയാൻ തുടങ്ങി. അയ്യോ ഇതാണ് ഇപ്പോൾ ഉണ്ടായ ബന്ധം. നിങ്ങൾക്ക് എന്തോ അവിശ്വാസമുണ്ടായി, നിങ്ങളെന്തോ കുറ്റം പറഞ്ഞു, അതാണ് കാരണം. എന്നോട് അതൊന്നും പറഞ്ഞില്ല. ഉദയനാചാരി ഇവിടെ കണ്ടുപോയിരുന്നു. അപ്പോൾ അയാള് സാഷ്ടാംഗം നമസ്കരിക്കുകയും കരയിൽ ഓടിയടിയും ചെയ്ത് ജഗന്നാഥ പറഞ്ഞില്ലേ ഭയങ്കര കണ്ടം തന്നെ ബാധിക്കണം. ചിരിച്ചുകൊണ്ട് നിന്നു. എന്താ പറയുക തമിഴിൽ പറയുന്നു ഭയം ഇരിക്കട്ടെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഭയങ്കര ഭക്തനായി. അങ്ങനെയൊക്കെ ഉണ്ട്. ഭഗവാൻ പുണ്യസിപ്പിളാണ്, പതിതപാടുന്ന നല്ലവനക്ക് നല്ലവൻ പറയില്ല. അങ്ങനെ ചെയ്തു. പിന്നെ ആരെയാണ് പരീക്ഷിച്ച് 2 പേരല്ലേ പറഞ്ഞത്. ഒരാളും കൂടി ഇങ്ങനെ ഇരുന്നോളൂ ഓർമ്മയില്ല പറയാം. അപ്പൊ അത് പിന്നെ ഇനി അതീത പാവനലയിൽ നമുക്കൊക്കെ കരച്ചിൽ വരും കേട്ടോ. അതീത പാവനലയിൽ എന്താ അറിയോ എനിക്കത് കേട്ടൊരു കരച്ചിൽ വന്നു. അതായത് രാജാവ് രാമചന്ദ്രദേവ് പറഞ്ഞ രാജാവ് നല്ല ഭക്തനാണ്, ഭയങ്കര ഭക്തിയിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഭഗവാനോട് പറയാണ്ട് ഒന്നും ചെയ്യാൻ അങ്ങനെ സറണ്ടർ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഭക്തിയായാലും നമ്മളൊക്കെ പരീക്ഷണത്തിൽ
അപ്പൊ ഈ പണ്ട് യുദ്ധം മുഗൾ രാജാക്കന്മാർ അവർക്ക് തന്നെയല്ലേ പണി, യുദ്ധം ചെയ്യുക, അവരെ കുടിക്കുക, ആ തട്ടിക്കുന്ന ഇദ്ദേഹത്തെ തൊട്ടിയിട്ട് പോയി വെച്ചു. എന്നിട്ട് പറഞ്ഞു എന്നെ വിടണമെങ്കിൽ എൻ്റെ രാജ്യത്തിന് റിലീസ് ചെയ്യാൻ തേങ്ങളെ തരണം പറഞ്ഞു. അതൊന്നും മുസ്ലിമല്ലേ എനിക്ക് ആ പരിപാടി നടത്തി എന്നെ പണി കൊന്നു പറയും. ഞാൻ ഇവിടെ കുരിക്ക് ഭഗവാന്റെ ഭഗവാൻ എന്താണ് ഞാൻ ഐ ഡോണ്ട് കെയർ ഈ ഒരു ഭക്തനായി രണ്ട് ശിരസ് കാണില്ലേ ആരില്ലേ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ രാജ്യം വിട്ടു തരില്ല, ഒന്നും ചെയ്യില്ല, മാത്രമല്ല നിനക്ക് അത്ര ഇഷ്ടമാണ് ആ അമ്പലം ഞാൻ പാർപ്പിച്ച് കാണിച്ചു തരാം. ഭഗവാനെ ഞാൻ 2 ദിവസം സമയം തരും പറഞ്ഞു. എന്ത് ചെയ്യും ഭഗവാൻ, ഇങ്ങനെ ഒരു പരീക്ഷ എൻ്റെ ഭക്തന്മാരെ വിളിച്ച് ഞാൻ ഒന്നാണ്ട് പറഞ്ഞു. ഭഗവാനായിട്ട് സ്വപ്നം കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല, സ്വർഗം ചെയ്തോന്ന് പറഞ്ഞ രീതിയിൽ ഇയാൾ കരുതി വളർത്തിക്കും. ആ പെങ്ങളില്ലേ ആയിരുന്നാണ്ട് ഒരു കാര്യം അതെ എന്നെ വേഗം കെട്ടിക്കും, അതേ രക്ഷയില്ല. എനിക്കും ആൾറെഡി കുടുംബമുണ്ട്, ഭാര്യയും മക്കളുണ്ട്. അതങ്ങനെ ഒന്ന്. രണ്ടാമത് എന്നെ ആ അമ്പലത്തിൽ കയറ്റില്ല. നീ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ആ അമ്പലം നിങ്ങൾ കയറിയില്ലെങ്കിലും മറ്റു ഈ രാജ്യക്കാരൊക്കെ കൊള്ളിക്കുക, അവർക്കൊക്കെ ഭക്തനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാക്രിഫൈസ് വെറുതെയാവും. ഞാൻ എൻ്റെ അമ്മ പറയണത് പിന്നെ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യാനോ വളരെ ദിവസം കൊണ്ടുപോയി വരും. ശരി പറഞ്ഞു. കല്യാണം കഴിച്ചു ഗംഭീരായി. ആളുകളൊക്കെ കൂടി എന്താ തുടക്കം പറഞ്ഞ ഭക്തന്മാരാണെങ്കിൽ മൊത്തം മാനേജ് ഇയാൾ കാമഭ്രാന്തനായിരുന്നില്ലേ. ഒരു ഭാര്യയും മക്കളുള്ളപ്പോൾ വേറൊരു മുസ്ലിം സുന്ദരി പെണ്ണിനെ കണ്ടപ്പോൾ അങ്ങനെ പോയി. അതന്നെ അതുകൊണ്ട് തന്നെ അയാൾ ആക്രമിച്ച് കെട്ടിയിട്ടുണ്ടാവുക. എന്തൊക്കെ നമ്മൾ ഇല്ല വചനം കാണാത്തതൊക്കെ പറയാൻ ആൾക്കാർക്ക് അറിയാമല്ലോ. എല്ലാം പറഞ്ഞു ഇയാളപ്പോഴേക്കും പുരിത്തവരിൽ തീർച്ചയാക്കി ഇയാളോട് ജയിച്ച മാത്രമല്ല ഈ രാജാവിന് എല്ലാ ദിവസവും അവിടുത്തെ രാജാവിൻ്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് മുകളിൽ ഒരു സുദർശനമൊക്കെ ഉണ്ടല്ലോ. അതാണ് ഞാൻ ഗർവിൻ്റെ കഥയിൽ പറയുന്നത്. സുദർശനം മുകളിലുണ്ടാവും, അവിടെ പോയി വളർത്ത് കാണിക്കും. ഇവർ പറഞ്ഞു നീ ചാവ് കറിയത് കാണിച്ച് നിങ്ങൾ വളർത്തില്ല. കാരണം അവർ രാജാവല്ല ഇനി ഉള്ള പോലെ പറഞ്ഞു. രാജ്യമൊക്കെ തിരിച്ചു കിട്ടി, ഞങ്ങൾ കാണിച്ച കളി കിട്ടില്ല. നീ ആഴ്ചയും പ്രാർത്ഥിക്കില്ല, ഞങ്ങൾ ഒന്നുമില്ല. അപ്പോൾ മുസ്ലിമിനെ കെട്ടി. ഈ സ്ത്രീ വേറൊരു കാര്യം പറഞ്ഞു. എൻ്റെ എന്താണ് അമ്മ വൈഷ്ണവിയും അച്ഛൻ മുസ്ലിമും, അപ്പൊ പാതി ഹിന്ദു അല്ല, അതുകൊണ്ട് നീ കെട്ടിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യും? ഇവർ പറഞ്ഞു ഇവിടെ പരിസരത്ത് കണ്ടുപോയിട്ട് രാജാവായ നമുക്ക് എന്താണ് ഒന്നും ഷെയർ ചെയ്യുമ്പോൾ രാജ്യം ഭരിച്ചോ അതോ. പക്ഷെ ഇവിടെ ഈ അമ്പലം വെച്ച് ഞങ്ങൾക്ക് എന്താ പറയുക വില കുറിച്ച് പൊക്കോളാൻ പറഞ്ഞു. അവിടെ വിളക്കം കാണിക്കില്ല പറഞ്ഞു. ഇങ്ങനെ ദിവസവും പുറത്തു കൊണ്ടിട്ട് പോയി. ഒരു ദിവസം മനം നൊന്ത് കരഞ്ഞു, ഭഗവാനെ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാത്തതില്ല. നിനക്ക് ഇഷ്ടമുള്ള കീർത്തനം പാടും അവിടെ നോക്കിട്ട് ആര് കേൾക്കണം കുട്ടികളൊക്കെ ഇങ്ങനെ പരിഹസിച്ചിട്ട് പോവാ. ഇദ്ദേഹം ഉള്ളിൽ നിന്ന് പാടി. ഇത് പറഞ്ഞു ഇതാണ് ഒരു ഭക്തനുണ്ടായത്. നീ അറിയാതെ അയാൾ എന്നെ തോൽപ്പിക്കില്ല. എന്തൊക്കെയോ രീതികളുണ്ട്. പക്ഷെ എനിക്ക് ഇനി ഒന്നും കേൾക്കാൻ പറ്റില്ല. ശ്രീലമ്പട എന്ന് കേട്ട് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഭക്തിയിരിക്കുന്നു. ഞാൻ രാജ്യം എൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ഭരിച്ചു, എല്ലാം ചെയ്തു. എന്നിട്ട് അവസാനം ഇതാണോ എനിക്ക് തന്ന് ഒരു ഞാൻ ദിവസം ശാന്തനും ഒരു ദിവസം പാടും തീർച്ചനങ്ങൾ എന്ത് കാര്യം എൻ്റെ ജഗന്നാഥായി ഗുടി വിളിച്ചു നീലമാധവ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഭഗവാൻ മുത്തരിയും കൂടി വീണിട്ട് പണ്ട് ഭീഷ്മരെ വധിക്കുമ്പോൾ ഓടി വന്ന് സുന്ദരിയും അവിടെ തൊട്ടിട്ടോ പൂജാരികളൊക്കെ പിന്നാലെ കൊടുത്ത് അവിടേക്ക് ഇറങ്ങി കൊടുക്കണോട്ടെ ഓടിപ്പോയിട്ട് ഭക്തനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ഭക്തനാണ്, നീ ആരംഗീകരിച്ചില്ലെങ്കിൽ എന്താണ് അല്ലേ? ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. അതിന് ശേഷം നീ എപ്പോൾ വന്നാൽ നമുക്ക് ദർശനം തരും പറഞ്ഞിട്ട് ഓടി വരുവാണ്. അതാണ് ആ പുറത്തെ പ്രതീക ഭാവം. പുറത്ത് കണ്ടിരുന്നു. കാരണം അവിടെ കൂടുതൽ ആൾക്കാർ പോയിട്ട് മറ്റുള്ള വിളിച്ച് കാട്ടും പ്രാർത്ഥിക്കും. കാരണം ഒരു ഭക്തന്റെ കരച്ചിൽ കേട്ട ആള് അഭിമുഖമായിട്ടും ചെയ്തില്ല. പക്ഷെ അതാ പറഞ്ഞ ചിലപ്പോൾ ഈ ഭക്തന്മാരെ എന്തെങ്കിലും ട്രബിൾ ഇടും. എന്തിനറിയും മറ്റുള്ളവർക്ക് മാതൃകയാക്കും. ഇപ്പൊ നമ്മൾ പറയും ജഡപരതയായി ഭരതമഹാരാജ് മാനിനെ കൊഞ്ചിട്ടൊക്കെ അങ്ങനെ സംഭവിച്ചു.
പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, അവർക്ക് നല്ല ഭക്തനാണ്. ഓരോന്നിനും ഓരോ ഉദാഹരണം ഭഗവാൻ ഉണ്ടാക്കും. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാക്കുക. പലർക്കും ശാപം കിട്ടി ഭക്തന്മാർക്ക് പറയണമൊക്കെ അങ്ങനെയാണ്. അപ്പം അവരുടെ ആ എക്സാമ്പിളിലൂടെ അതുമില്ല, ഇതൊക്കെ ഭാഗവതയിൽ വരണ്ടേ, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ എന്ത് പറഞ്ഞാൽ വിട്ട് അവിടെ അവരൊന്നും വിട്ട് പോയിട്ടില്ല. അപ്പം അവരുടെ പിന്നാലെ ഭഗവാൻ ഓടി എന്ന് പറയുന്നത്. ഭഗവാൻ ഇതൊക്കെ പറയേണ്ട യോഗ്യത പോലും എനിക്കില്ലെന്നാൽ ഞാൻ വിചാരിക്കുന്നത്. കൃഷ്ണ അങ്ങനെയാണ് ആ എന്താ പറയുക കരച്ചിൽ റസിയാട്ടോ പെങ്ങളുടെ പേര്. അപ്പൊ ഈ ഗർവ് സുദർശനെ ശമിപ്പിച്ചു. ഇല്ല ആ കഥ അറിയില്ല. സുദർശൻ എന്നുണ്ട്. എന്താ അറിയോ, ഭയങ്കര ഞങ്ങളെ ഭഗവാന്റെ വായത് വഴക്കേയും എന്നെ ഉപയോഗിച്ചല്ലോ. ആ ഒരു ഉള്ളിൽ ഗർവുണ്ടാവും നമുക്ക് എല്ലാവർക്കും. ഞാൻ ഇങ്ങനെ അസോസിയേഷൻ നടത്തില്ല, മത്സരത്തിലില്ലേ എല്ലാവരും അതുപോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ എന്താ അറിയാലോ, ഭഗവാൻ ഒന്നും പറയില്ലേ. ഇപ്പോൾ ബുദ്ധവേക്ക് ഭയങ്കര ജ്ഞാനിയാണ്, ഞാനവിടെ ഭയങ്കര കണ്ടു. പക്ഷെ ഭഗവാൻ ബുദ്ധവര് ജ്ഞാനത് നന്നായി പറയും. അയ്യേ നീ പോരാ, ഭക്തിയില്ല ഒന്നും പറയില്ല അല്ലേ. അവസരം വരുന്നത് പണ്ട് നീ പോയിട്ട് ഗോപിയമാർക്ക് ഒരു മെസ്സേജ് കൊടുക്കും, ഇത്ര പറഞ്ഞു ഇല്ലേ. ഇതൊരു വരുമ്പോൾ എന്തായി, എല്ലാവരും നഷ്ടപ്പെട്ട് ഗർജിച്ചു. ഈ ഉദ്ധവനെ എന്ത് പറ്റി ഒന്നും അറിയാത്തപോലെ ചോദിക്കും. ഭയങ്കര ഉഷാറാണല്ലോ, എന്ത് ജ്ഞാനമോ വഹിച്ച് നോക്കി ഒന്നും പറയാനില്ല. എന്നോടൊക്കെ ചോദിക്കുന്നത് എന്താ സാധനം അറിയുമോ. അപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി കൃഷ്ണ, നീ എന്നോട് ടീസ് ചെയ്യണം. അപ്പോൾ അവിടെ പോയപ്പോൾ എന്താ ഇത്ര എനിക്ക് ഒന്നും വേണം. ഗോപികമാരുടെ പാദഗോപിയായിരുന്നു അല്ലേ. അതേപോലെ ഇവിടെ എന്ത് ചെയ്തു, മറ്റേ ഹനുമാനൊക്കെ അത്യാവശ്യം വിളിച്ചിട്ടുള്ളതിനാണ്. സമുദ്രദേവൻ അമ്മായി അച്ഛനുണ്ട്, ലക്ഷ്മി ദേവിയുടെ അച്ഛനാണ്. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ആ ശബ്ദത്തിന് താഴപ്പോൾ അപ്പോഴും ഉള്ളിൽ വേദിക്കാൻ സുദർശൻ. ഞാൻ വഴിയിലപ്പത്തിന് ഹനുമാൻ പറഞ്ഞില്ല, എന്നിട്ട് അങ്ങനെ സുദർശനം വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ ഹനുമാൻ പറഞ്ഞ പൊയ്ക്കോളൂ. അതെ സുദർശനം ഭയങ്കര സ്പീഡ് വന്ന് ഭഗവാനോട് പറയാൻ വിചാരിച്ചു. അത് പൊയ്ക്കോളം പറഞ്ഞു. അങ്ങനെ കയറൊന്നുമില്ല, കൊടുക്കുന്നവരെ കുറിച്ച് പറയാം. ഭഗവാൻ വിളിക്കുന്നതുകൊണ്ട് വേഗം വന്നേയില്ല എന്നൊക്കെ പറയണം. പോകുമ്പോൾ ഹനുമാൻ നിർത്തിയിരിക്കുന്നു. ആ സുദർശൻ ഇത്ര നേരെ ഭഗവാൻ എന്നെ അടിച്ചിട്ട് വിളിക്കുമ്പോൾ ആദ്യമല്ലോ അപ്പോഴേ പോയി മനസ്സിലായി. അത് കഴിഞ്ഞ് ഹനുമാൻ വേണ്ടുന്ന സേവകളൊക്കെ ചെയ്തു. അങ്ങനെ ഭയങ്കര അതായത് സുദർശൻ സോറി പറയും. പക്ഷെ പറഞ്ഞു നീ എന്നെ ഇത് ഒഫൻഡ് ചെയ്തു, മനസ്സിലാക്കോട്ടെ. എൻ്റെ അത്രയും ഭക്തനായ ഹനുമാനെ പറ്റിക്കോ അയാൾ പാരാട്ടൊക്കെ ചിന്തിച്ചു. അതുകൊണ്ട് നീ എൻ്റെ കടന്നു ചെയ്തത് മാത്രമല്ല സ്വാമിയില്ല കണ്ടു. ജഗന്നാഥ സുദർശനില്ലേ ഒരു സ്റ്റിക്ക് പോലെയല്ലേ, എനിക്ക് ഈ സ്വാമിയില്ല. അപ്പോൾ താഴെ വേണം ഉപേക്ഷിച്ച് കരഞ്ഞ് കാലിൽ പോയിട്ട് പറഞ്ഞു എന്നോട് ഞങ്ങളോട് ക്ഷമിക്കണം. എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും അനുഗ്രഹമാണ് പറഞ്ഞു. ശരി ഈ പോലെ എൻ്റെ അമ്പലത്തിൻ്റെ മുകളിൽ സുദർശൻ കണ്ടില്ല. അതിലിപ്പോൾ ചിലവർക്ക് തിരക്കുകൊണ്ട് എന്നെ ദർശനം എടുത്ത് അത് എടുത്താൽ തന്നെ ഞാൻ അനുഗ്രഹിച്ചോളാം. അങ്ങനെയാണ് ഹരിദാസ് ഠാക്കൂർ പാവങ്ങളിലിരിക്കുമ്പോൾ മഹാപ്രഭു പറയുന്നു ഇതെടുത്തു ഒരു ദർശനം. മഹാപ്രഭുവിനെ കണ്ട വീട് എല്ലാവരും ഷഡ്ഗോസ്വാമികളൊക്കെ ദർശനം കണ്ട വീടിലാണ്. അങ്ങനെ എന്താ ഹരിദാസ് ഠാക്കൂർ ദർശനം എടുത്തു. അപ്പോൾ അത് അങ്ങനെ. പിന്നെ ഭഗവാന്റെ ആ എന്താണ് അടുത്തത് മനോരഞ്ജനം കൊടുക്കും പറഞ്ഞില്ലേ ഭഗവാന്. അതെന്താണ് ചോദിച്ചാൽ ഒന്നാമത് ഭഗവാൻ എന്താ ഇഷ്ടം അറിയോ, ഏത് സോങ്ങാണ്? ഗീതാ ഗോവിന്ദം. അഷ്ടപതി ഭയങ്കര ഇഷ്ടം. എന്താ കാരണം? അത്രയും ഉള്ള അതാ പറഞ്ഞ നമുക്ക് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ കബുദൂരിലാണ് വെച്ച് ഞാൻ ഞാൻ അവിടെ പോയാലും സേവനമില്ല, അല്ലെങ്കിൽ ഞാൻ അബുദാബിയിൽ തന്നെ ഇരിക്കും, അതൊക്കെയോ അല്ലെങ്കിൽ ഇന്ന അവിടെ ശരിക്കും ഞാൻ നേരെ വൃന്ദാവനമായിട്ട് എന്ത് വഴിയും നമ്മൾ പറയുന്നത്. പക്ഷെ അതൊക്കെ നടക്കും. നമുക്ക് ചിലപ്പോൾ തോന്നും കയ്യെത്തും ദൂരത്തിൽ ഞാൻ ഗുരുവായൂർ സെറ്റ് എന്നൊക്കെ വിചാരിച്ചു. ഭഗവാൻ ഏത് വഴി കൊടുക്കുമോ അതിൽ കൂടി നമ്മൾ സന്തോഷത്തോടെ പോകണമെന്നുള്ള ഉദാഹരണമാണ്. ജയദേവന് ഇങ്ങനെ ഭക്തന് സന്യാസം കൊടുക്കാൻ നിർദ്ദേശിച്ച് ഇരിക്കുമ്പോഴാണ് പത്മാവതിയുടെ അച്ഛൻ
ഒന്നുമില്ല, പൈസയില്ല, ഭക്തി മകൾക്ക്. അപ്പം അദ്ദേഹം എന്ത് പറഞ്ഞു, ജഗന്നാഥ എനിക്ക് എൻ്റെ മകൾക്ക് പ്രായമായി, ഒരു പ്രതിശ്രുത വധുവാണെങ്കിൽ ഒരു നല്ല വരനെ കിട്ടണം, ഞാൻ എവിടെ ഇട്ട് തരും, പൈസയും ഇല്ല അല്ലേ, നല്ലൊരാളെ കാണിച്ചു നമുക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു, നാളെ ടെമ്പിളിൽ ദേവദേവം കൊണ്ട് വെച്ചിട്ടുണ്ടാവും വഴി, ഇത് മാത്രം പറയുന്നു. അപ്പം അങ്ങനെ അവർ വന്നപ്പോൾ നമ്മൾ ജയദേവരായപ്പോൾ ജയദേവ ഭക്തി കാലിൽ വീഴും, കണ്ടാലൊന്നും വില പിടിക്കില്ല പാവം ഭക്തന്മാരെ, ഷഡ്വർഗങ്ങളിലൊക്കെ കണ്ടില്ല രൂപയെ വീഴുമ്പോൾ അങ്ങനെയൊക്കെയുള്ളൂ. പാവം ഞങ്ങളോ ദാരിദ്ര്യം, ഈ ഇങ്ങേരെ കല്യാണം കഴിച്ചു ചെയ്താലും ഭഗവാൻ പറഞ്ഞില്ലേ വെച്ചിട്ട്. അപ്പം ജയദേവൻ ഞാൻ സന്യാസിയാണെന്നൊക്കെയുള്ളൂ, എനിക്കതൊന്നും അറിയില്ല. ജഗന്നാഥ സ്വപ്നത്തിൽ നിങ്ങൾ കഴിക്കുക എൻ്റെ മകളെ അവിടെ വിട്ടിട്ട് പോയി. അപ്പം ഈ കുട്ടികൾ പറഞ്ഞു, നീ അച്ഛൻ്റെ കൂടെ പോയിരുന്ന കുട്ടി, ഞാനും ചേട്ടത്തിയൊന്നും ഞാൻ എനിക്ക് ഭഗവാൻ അല്ലാണ്ട് വേറെ കഴിക്കുന്നു, ഞാൻ കല്യാണം കഴിക്കാൻ ആശിച്ചിട്ടേ ഇല്ല. പക്ഷെ കാര്യമില്ല, ജഗന്നാഥ് ആശിച്ചിട്ടുണ്ട്, അതേ നടന്നുള്ളൂ. ജഗന്നാഥ് പറഞ്ഞ കല്യാണിക്ക് കെട്ടിക്കണം, അങ്ങനെ കല്യാണം കഴിച്ചു. രണ്ടുപേരും നല്ല ഭക്തിയിൽ, അവർക്ക് കുട്ടികളൊന്നുമില്ല, അവർ ഇങ്ങനെ ഭഗവാൻ തന്നെ എല്ലാം കുട്ടി മാതാച്ച പിതാവല്ല എല്ലാം പറഞ്ഞു. അങ്ങനെ നടക്കുമ്പോഴാണ് അഷ്ടപതി എഴുതാനിടയത്. അപ്പം അതിൽ എഴുതിയത് എങ്ങനെ എഴുതിയ പരമപട്ടതിരി അങ്ങനെയാണല്ലോ, ഇങ്ങനെ എഴുതിയാലാണ് അങ്ങനെ എഴുതിയാലാണ് പട്ടതിരിക്കൊക്കെ ഭഗവാൻ പട്ടതിരി എന്ത് എഴുതി എനിക്ക് സന്തോഷമാണ് ഉള്ളത് പറഞ്ഞത്. ഇവിടെ ഭഗവാൻ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തില്ല. അപ്പം കൺഫ്യൂസ്ഡാണ്. അതെ എഴുതി എഴുതിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ വായിച്ചു നോക്കൂലേ, നമ്മൾ എഴുതിയത് എഴുതി വായിച്ചു. അങ്ങനെ ഞാൻ അവസാനം ഭഗവാന്റെ രാധാറാണിയുടെ പാദങ്ങൾ ഭഗവാന്റെ ശിരസിൽ വെച്ചു എന്ന് എന്തോ വായിച്ച് അങ്ങോട്ട് വെട്ടി കിട്ടണമില്ല. ശരി പത്മാവതി അത് എണ്ണ എടുക്കും നമുക്ക്, ഞാൻ പുഴയിൽ പോയി കുളിക്കാം ആണ് പക്ഷെ ഏകാദശി പറയില്ല, സദ്യ ഉണ്ടെന്ന് പറയില്ല. എന്നിട്ട് കുളിക്കാൻ പറ്റും. കുളിച്ച് വരക്ക തല തണുക്കട്ടെ, കുറേ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ തല തണുക്കും. അങ്ങനെ തണുത്തിട്ട് ഒരു സ്ഥലത്ത് പറയുന്നു വീണ്ടും വന്നു, എന്നിട്ട് എണ്ണ പത്മാവതിയുടെ കണ്ണിൽ സാരി കൊണ്ട് തുടച്ചിട്ട് എഴുതിയിട്ട് പോയി. പിന്നെ ആദ്യം നമുക്ക് ധാരാളം തിരിച്ച് ഞാനല്ല അവിടുന്ന് തന്നെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ സാരിയിൽ എണ്ണ വരും. അപ്പോഴാണത് വേറെ സ്ഥലത്ത് പറഞ്ഞ് എനിക്ക് അവിടെ കൂടുതൽ ഇഷ്ടമായിരുന്നു. ഭഗവാൻ വെച്ചിട്ട് വേറെ പറഞ്ഞ് പ്രസാദം കഴിച്ചു കുറച്ചൊക്കെ ഇരുന്ന് തിരുത്തി ഞാൻ ഉറങ്ങാൻ പോകുന്നത് ജയദേവന്റെ രൂപത്തിലാണ്. ജയദേവന് പ്രസാദം കഴിച്ച് ദേവി കഴിച്ച് ജോലിക്കാർ സഹായത്തിനുള്ളവൻ കഴിച്ച് എല്ലാവരും കഴിച്ച് പാത്രം കഴിക്കുമ്പോൾ ഒറിജിനൽ ജയദേവൻ വെച്ചിട്ട് ഇതെന്താ എല്ലാം കഴുകി തോന്നുന്നു. അപ്പം അവിടുന്ന് കഴിച്ചിട്ട് ഞാനായി കഴിക്കുമ്പോൾ അദ്ദേഹം സാക്ഷിയുടെ കൃത്യം അതെല്ലാം എന്തത് അതിന്. അപ്പം ഇവര് പറഞ്ഞു അവിടുന്ന് കിടക്കാൻ പോയില്ലേ മെത്തയിലേ. അപ്പം എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടുമ്പോൾ ഒരു പീലി കിടക്കുന്നു. അപ്പോൾ പത്മാവതി പാദങ്ങളിൽ വീഴപ്പോയി. കാരണം ഞാൻ ഇത്രയും അറിയുമ്പോൾ അവർക്കൊന്നും അറിയില്ല, നാമം ജനിച്ചോട് പ്രസാദം ഉണ്ടാക്കാൻ പോകുന്നുണ്ടാക്കി പ്രസാദം അപ്പം എന്നെയാണല്ലോ പ്രസാദിച്ച് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ആ അഷ്ടപതി വേറൊരു ഈ പത്മാവതിയല്ല, പിന്നീട് ഒരു പത്മാവതി വന്നത് കുട്ടി അവർ വാഴ ഇങ്ങനെ തോട്ടങ്ങളുണ്ട് കൃഷി ചെയ്തിട്ട് ചെയ്യും. ഈ വഴുതിനിയൊക്കെ പറിക്കാൻ പോകുമ്പോൾ ഒരു നേര് ഗീതാമൂർത്തം പാടും. അപ്പം അത് എന്നും പാടുന്നു. ഈ ഭഗവാൻ അവിടെ കേൾക്കാൻ പോകുന്നവരാണ്. അപ്പോൾ ഭഗവാനെ അതുപോലെ കേട്ടിട്ട് എവിടെയും തൊടാണ്ട് വെയിലൊക്കെ ചെയ്യാം അന്ന് വേണം വെച്ചിട്ട് അയ്യോ സമയമായി പൂജിക്കോട്ട് ഓടുന്നു. അപ്പം ഈ വഴുതിനെ ചെടിയിലൊക്കെ ഇല്ലേ കുറച്ച് മുമ്പ് പോലെ അതിൽ ഒത്തിരി കീറിയിട്ട് വന്നു. അപ്പം തുറക്കുമ്പോഴേ അപ്പം വന്ന് നിന്നപോലെ അത് കീറിച്ച് കഴിഞ്ഞു. എന്താ ഇവരെക്കൂടി രാജാവിനോട് പറഞ്ഞു പിന്നെ പൂജാരിമാർക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ടെൻഷനായി നിങ്ങൾ ഉത്തരീയത്തിന് കീറി വെച്ച് ഉപയോഗിക്കും. അപ്പം 4 പേർ അന്വേഷിച്ചു പാടന്മാർ ഇവരെ വീട്ടിലാണ്. അപ്പോൾ അവർ ഇതെന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഭഗവാൻ സ്വപ്നം കൊടുത്തു. ആ പത്മാവതിയുടെ പാട്ട് എനിക്ക് വലിയ ഇഷ്ടം, അവളോട് ഇവിടെ വന്ന് എനിക്ക് കൊടുത്ത പാട്ട്. അല്ലെങ്കിൽ ഞാൻ അതുപോലെ അവരെ പുറകെ പോകും. പൂത്തിരിയുന്നത് സമയത്തിന് വരില്ല, പല പ്രശ്നവും ഉണ്ടാകും. രാജാവത്തൊരു കുട്ടി അവർ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ വീട്ടിൽ ഒരു വയസ്സായി
എല്ലാ സൗകര്യവും ചെയ്തു. അമ്പലത്തിൻ്റെ അടുത്ത് കൊട്ടാരം പോലെ വീട് അവൻ്റെ ഭക്തരല്ലേ. അപ്പം അതാണ് ആ ഒരു മനോരഞ്ജൻ എന്ന് ഇവിടെ പറയേണ്ടത്. അതുപോലെ തന്നെ ഈ ജഗന്നാഥിന് എന്ന് സമയമേ ഞാൻ പറഞ്ഞിരിക്കും സമയത്തോട് 1 മണി വരെ ആയോ അതല്ലേ. അപ്പോൾ എന്നും ഈ സ്നാനയാത്ര കഴിഞ്ഞ് ജലദോഷം ഒരിക്കലും ഓടി രഥയാത്രയ്ക്ക് മുമ്പ് റെസ്റ്റ് എടുത്ത് കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതെ അവിടെ പോകുമ്പോൾ ഒരു എപ്പോഴും ചിലർ യശോദഭാഗത്തിൽ വയസ്സായി നിന്നും തൊഴാൻ പോയപ്പോൾ അവർക്ക് എന്ത് തോന്നിയ റേഷ എൻ്റെ കണ്ണിന് ഓ ഇന്ന് വാർഷികമാണ് അവരുടെ ബർത്ത്ഡേ. എത്രാമത്തെ 2. അപ്പോൾ അവന് പറഞ്ഞു എൻ്റെ കണ്ണിന് ഭയങ്കര കുളിരും ജലദോഷവും കഷായം ഉണ്ടാക്കിയിട്ട് വരും. അപ്പം അവിടെ പക്ഷേ ഈ ഇതൊക്കെ പറഞ്ഞാലും പാടാസം നന്നായി പെരുമാറൊന്നുമില്ല. തുടങ്ങിയ ഒത്തിരി പാത്രമൊക്കെ എല്ലാം ഹാരും തുറന്ന്. അപ്പം എൻ്റെ ജന്മദിനം കണ്ടോ പിന്നെ ഇവിടെ ബ്രാഹ്മിൻസൊന്നും വിളിക്കാത്ത എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുമ്പോൾ കഷായം വീണ് പോയി കാര്യത്തിന് ഭാവം അവർ വീട്ടിൽ പോയി ചേർന്നതുപോലെ തന്നെ ഞാൻ ചപ്പമ്പൂ കൊണ്ട് വെച്ച് നടയൊക്കെ തുറന്നു പ്രസാദം കഴിച്ചു. അപ്പോൾ മറ്റേത് നട തുറന്നില്ല, ഇവിടെ തുറന്നിട്ട് കൊണ്ടാണ്ടിരിക്കില്ല. പശു എന്ത് പറ്റിയപ്പോൾ എനിക്ക് എൻ്റെ അമ്മ കഷായം കൊണ്ടുവന്നതിന് ഉണ്ടിയിട്ടു അത് തിരിച്ച് കൊണ്ടുവരുന്ന അവരിന്ന് കൊണ്ടുവരുത്താൻ എനിക്ക് അവർ വേറെ ആരെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവരുടെ കുറ്റം കൊണ്ട് നേരിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി കഷായം കുടിച്ചു അല്ലേ. പിന്നെ കാഴ്ചയുടെ ഐതിഹ്യം അറിയാലോ, ഒരു മുസ്ലിമാണ് ആൾ. പുറത്തൊക്കെ മുസ്ലിംസ് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഹിന്ദു മുസ്ലിംസിൻ്റെ വഴക്ക് നടക്കുന്നുണ്ടല്ലോ. അവിടെ ഭഗവാൻ അങ്ങനെ വലുതുണ്ട്. അലമേരി മാങ്ങി കഴിച്ചു, വീടുകളുണ്ട് ഭയങ്കര ഭക്തിയാണ് കഴിച്ചത്. അതുപോലെ ഗുരുവായൂർ അമ്പലങ്ങളൊക്കെ അതുപോലെ ചിത്രപ്പണി ചെയ്യുന്ന മുസ്ലിംസാണെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ മായപ്പുരവും നമ്മളെക്കാളും ഭക്തിയും. അയ്യോ ഒരു ഓട്ടോയിൽ അറിയാണ്ട് എൻ്റെ പ്രഭുവിന് എൻ്റെ വായ കുടിക്കാൻ കുഴപ്പമായിരുന്നു. കാരണം നിങ്ങൾക്കൊക്കെ അറിയുമെന്നാണ് നമ്മുടെ സൈന്യം മാത്രം ഒരുവിടെ എനിക്ക് ക്ലാസ് കൊടുക്കും. ഞങ്ങളുടെ പള്ളി അപ്പുറത്തുണ്ട്, അതിലും പോവും, ഞാൻ പള്ളിയിൽ പോവും. ഞങ്ങളുടെ ആൾക്കാരെല്ലാവരും എന്തിനും മൈതാനത്ത് ഒരു ശ്രീരാമൻ്റെ ഹനുമാൻ്റെ അമ്പലം അതൊക്കെ വന്നിട്ട് പൂജിച്ച് കൊടുക്കും. നമ്മുടെ കോട്ടയിൽ പാലക്കാട് അവർക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അയാൾക്ക് സ്വപ്നം കാണിച്ചു. അതായത് വെറും സ്വപ്നമല്ല കേട്ടോ, ഒരു സ്വീറ്റ് കാഴ്ചയാണ് അതിൻ്റെ പേര്. ഒന്നുവരെ അത് കേട്ടില്ല. ഞാൻ പറഞ്ഞില്ല കുറച്ച് പീലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയും രാവിലെ ചൊല്ലി ഇതൊക്കെ പറയാൻ വേണ്ടിയോണ്ട് ഞാൻ വിചാരിക്കാനല്ല. പിറ്റേ ദിവസം വീണ്ടും നീ ഇനി ഉണ്ടാക്കിയില്ലേ ഇതൊക്കെ ചെയ്ത പോലെ എനിക്ക് ഉണ്ടാക്കിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകാം. അപ്പോൾ ആ റെസിപ്പി പ്രകാരം കാഴ്ചങ്ങനെ നമ്മളെ ഡയമണ്ട് കെട്ടിൻ്റെ പോലെയൊക്കെയാണ് കുഴയ്ക്കും ഇതൊക്കെ. പക്ഷെ ആ പരത്തണയിൽ കട്ട് ചെയ്യണതിൽ നല്ല ഇതുണ്ട് വ്യത്യാസം. യൂട്യൂബിലൊക്കെ കിട്ടും. ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കാഴ്ച. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അവിടെ ഞാൻ പനംകോട്ട പോലുള്ള കൊട്ടകളിൽ പന കൊണ്ട് നെയ്തൊക്കെ നമ്മളിപ്പൊക്കെ ആൾക്കാരൊക്കെ വെജിറ്റബിളായിട്ട് വയ്ക്കും. അത് അതിലൊക്കെയാണ് പാടിനൊക്കെ ഒരു മൂടിയൊക്കെ തേച്ച് കുറച്ച് പക്കത്തിൻ്റെ പാട്ട് പാടിക്കുന്നൊക്കെ പറഞ്ഞു. ഭഗവാനെ കൊണ്ടുവരും ഇതവിടേക്കാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതുപോലെ എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ നോക്കിയെഴുതി നമുക്ക് സ്വപ്നത്തിൽ വരെ കണ്ട ആൾ പിന്നെ മുന്നോട്ട് നമ്മുടെ ബ്രാഹ്മൺസിനൊന്നും സ്വപ്നത്തിൽ വന്നില്ല. നീയിപ്പോൾ പറഞ്ഞു വരികയില്ലേ അതുകൊണ്ട് അങ്ങനെ അയ്യോ ഒരു പ്രാവശ്യം പിന്നെ ഞാൻ വരിക എന്നെ 2 പ്രാവശ്യം കൊണ്ട് ചീത്ത പറഞ്ഞു ഒന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കും. പൊതുവെ തെളിവുണ്ടോ മുമ്പ് തെളിവായിട്ട് ഇത് വീണം ഈ പാറവ് കനികാളെ പുറത്താക്കാണ്ട് ഒരു നായ അതൊക്കെ അടിച്ചിട്ട് ഉള്ളിലേക്ക് ഓടി വേറെ പാറവായിട്ട് പിന്നാലെ ഓടി നായിനെ തുറക്കാൻ. അവിടെ എത്തുന്നു നായിൻ്റെ പൂജയ്ക്ക്. പക്ഷെ അങ്ങനെ ചിലപ്പോൾ നായുടെ രൂപത്തിൽ എന്താ കുറേ പഠിച്ച് വിട്ടുമ്പോൾ എന്താന്ന് ചോദിച്ചു സ്വപ്നം കാണിച്ചു. എനിക്ക് അവൻ്റെ ഒന്ന് കാഴ്ച കൊണ്ടുവന്നോളൂ. ഇവിടെ കിട്ടാന്ന് പറഞ്ഞ ആൾ ഇളനീര് കൊണ്ടുവന്നൊക്കെ പറയും ഗുരുവായൂർ. ഇപ്പോഴും കൊണ്ട് കൊടുക്കണം കേട്ടോ. അതാണ്. അപ്പോൾ
കുട്ടി എനിക്ക് കാണിച്ചിട്ട് ഇളനീര് വാങ്ങിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് സ്വപ്നം കാണിച്ചു എനിക്ക് അപ്പോൾ കൊണ്ടുപോയി സമ്മതിച്ചാൽ അങ്ങനെ കിട്ടണ ഫാമിലി കൂടെ ഫേമസാണ് അവിടെ. അതുപോലെ ഇവിടെ ഇപ്പോഴും ആ കാഴ്ച അടുക്കളയിൽ ഉണ്ടാക്കുന്ന കുട്ടികൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊള്ളെന്ന് പറഞ്ഞാൽ കൂടി അടുക്കളയിൽ നിന്ന് എടുത്ത് കഴിക്കുന്നു. ഇപ്പോഴും ചേർന്നാലും എടുത്ത് കഴിക്കും കാഴ്ച. അത് ശ്രീകോയിൽ കൂടുതലുള്ള ക്ഷമയിലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെ ആ ഇത് ഉണ്ടായി കാഴ്ചകൾ കഥാകാരം. അതുപോലെ തന്നെ ഇവിടെ ഇളനീരിൻ്റെ കഥയുണ്ട് കേട്ടോ. ഇളനീര് വേണം, എനിക്ക് ഇളനീര് വേണം പറഞ്ഞിട്ട് ആരും ഇളനീര് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇവർക്ക് ഉള്ളിൽ കടക്കാൻ പറ്റിയ ഒരു പണ്ഡിതനോട് പറഞ്ഞു. അപ്പം അയാൾക്ക് ദയാലു ചോദിച്ചാൽ അയാൾക്ക് തോന്നുന്നു. കാരണം ചിലവരൊക്കെ ചിലവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് ഉള്ളിൽ വരാൻ പറ്റില്ല ഒന്നും അടങ്ങി ഇന്നെന്താ ഇയാൾ കൊണ്ടുപോകാൻ. ഇയാൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഒരു കയ്യെ വെളിയിലേക്ക് വരിക അവിടെ പണിയുന്നു കൊല എല്ലാം പോയി ഇളനീര്. അപ്പം അതിന് ഇതിപ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ? പോയപ്പോൾ എന്താ ഈ ഇളനീരൊക്കെ കഴിച്ചതിൻ്റെ ചകിരിയും കണ്ടു ഒരു മൂന്നാം കൂടി തിന്നുകയും ഞാൻ നീ എവിടെ പലരും അന്ന് മാറി എനിക്കിതാണെന്നൊക്കെ പറയാം അകത്താക്കി. അപ്പം അതൊരു പണി. പിന്നെ ഒരു വീട് നിൽക്കണ കട അത്ര പുറത്തിങ്ങനെ വീട് മാത്രം നിൽക്കുന്ന ചെറിയ കടകളില്ലേ അവിടെ രാത്രിയോ ആരും വേണ്ടെന്നുള്ള പോലെ കൂട്ടി കൊണ്ട് രണ്ടാകുമ്പോഴേ അപ്പോൾ ഈ കുട്ടികളുടെ ഭംഗി കണ്ടിട്ടായാലും ഓരോ വീടെ കൊടുക്കും. അപ്പം ഇത് ഉണ്ടായത് അത്ര ടെസ്ഫാണിൽ ഒരു ഡിവോട്ടി ചെറിയ ഒരു പ്രഭു കാണുന്നുണ്ട്. അപ്പോൾ അത് കൃഷ്ണപരമാണെന്നേക്ക് നല്ലതാണ്. ഈ വീടക്കാരോട് പറയാം നിങ്ങൾ പാവപ്പെട്ടത് അത് ഉള്ള കുടുംബത്തിന് മാതിരി ഇല്ലല്ലോ ഈ പിള്ളേർ. അപ്പോൾ എന്തെങ്കിലും പൈസ വേണം എങ്ങനെ ചെറിയ കുട്ടികളല്ലേ വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് പറഞ്ഞാൽ അങ്ങനെയല്ല പകരം ഇന്ന് പറഞ്ഞ നമുക്ക് എന്ത് ചെയ്യും പലർക്ക് മാത്രം നോക്കി ഈ വീട്ടിൽ ഇതേ കുട്ടികളെ ദിവസം നിങ്ങളിങ്ങനെ കൊണ്ടിലോട്ട് വരുന്നല്ലോ നല്ല ഭംഗിയിൽ. അപ്പോൾ ഒന്ന് എനിക്ക് തരാൻ അവർ രണ്ടാളും ചിരിച്ചിട്ട് കുത്തേരി വിട്ടിട്ട് ഓടി. പിറ്റേ ദിവസം കുത്തേരിയില്ല അവിടെ. അപ്പോൾ വീടക്കാരൻ പറഞ്ഞു അങ്ങനെ ദിവസവും രണ്ട് കുട്ടികൾ വരും. അപ്പോൾ ഈ പ്രഭു എന്ന് പറഞ്ഞു ഇങ്ങനെ പറയാൻ. അപ്പോൾ മനസ്സിലായി. അതെ ആ അവരുടെ പേര് ക്ലസിയാണ്. ആ ലസ്സി അത് ശരിയാണ്. ഇതൊരു ആണാണ് വീട് കൊടുത്തത്. അപ്പോൾ വീട് കഴിച്ചതും വിട്ടതും ഒക്കെ ഉണ്ടാവും അത്ര പിന്നെ ഈ ഉത്തേക്കും കാണിക്കും. അത് കാരണം ഇപ്പോൾ എന്തായി പറയാൻ അതിൻ്റെ മുന്നിൽ വയ്ക്കാത്ത സാധനങ്ങളില്ല. ഇവയൊക്കെ വീടുണ്ടാക്കി കൊടുക്കാണ്ടല്ല. പക്ഷെ ഭഗവാനാണ് നമ്മളെ അറിയിക്കേണ്ടത്. എനിക്ക് ഞാൻ ചില ഇഷ്ടമാണ് ചില എവിടെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൽ പരീക്ഷണമുണ്ടാക്കി ഇന്ദുരത്വ മഹാരാജിനും അത് തന്നെയല്ലേ പരീക്ഷ. അത് നേരെ സ്വപ്നം കാണിക്കും അല്ലേ. ഇങ്ങനെ എന്നെ നീലമാധവൻ എന്താ ഇങ്ങനെ പറയാം. എനിക്ക് അമ്പലം എന്താ പറയുക. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ വിദ്യാഭ്യാസത്തിൽ ആൾ പറയും ഞാൻ സഹായിക്കും അങ്ങനെയല്ല തെരഞ്ഞു പോകുന്നതൊക്കെ ആ കഥയൊക്കെ. അതുപോലെ ആ വീട്ടിൽ പോയിട്ട് താമസിച്ചു. ആ പെൺകുട്ടികളെല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ടും പെട്ടെന്ന് ഡേറ്റ് കണ്ടെത്തി ഓരോ പ്രാവശ്യം ഫെയിലാകുമ്പോൾ അടങ്ങി ചാടാവും. എന്നെ കൊണ്ടുവന്നതിന് കൊടുക്കില്ല പിന്നെ അച്ഛക്ക് കൊടുക്കും അല്ല അടുത്ത വീട്. അത് കഴിഞ്ഞ് ഇങ്ങനെ രൂപ മുഴുവനാവാതെ അത് തന്നെ കാരണം ഒന്നുമല്ല എന്ത് ലീലയാണ്. കാരണം എനിക്കിങ്ങനെ അവിടെ വന്നിരിക്കണം. അതിന് വേറൊരു കാരണമുണ്ട്. ഭഗവാന്റെ ലീലകൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രോഹിണിമാതി യശോദമാതി അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യോട് തോൽപ്പിച്ചു കേട്ടിട്ട് അങ്ങനെ അവരുടെ മുഖഭാവം അങ്ങനെ കണ്ടിട്ട് നാരദമണി ഈ ലീല എന്താ ഭഗവാൻ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ പ്രാചീനാണ് ഞാൻ അങ്ങനെ കഴിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഇപ്പോഴൊക്കെ നമ്മൾ പുറത്തായാലും കണ്ടാലും നമുക്ക് ചില നേരത്ത് ഭക്തിയിലുണ്ട്. മായയുടെ പിടിയിലാണെങ്കിൽ നമുക്ക് തോന്നാറില്ലേ അതും ഭഗവാന്റെ ലീല എന്താ പറയുക. അപ്പോഴേ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും ഗുരുവിനോട് ഭഗവാൻ. അപ്പം അങ്ങനെ ജഗന്നാഥൻ്റെ ലീല തീർന്നിട്ടേയില്ല. എന്നാലും ഞാൻ മറക്കേണ്ടവരും ചിലത് എനിക്ക് അപ്പം തന്നെ തോന്നി ഇതന്നെ മുഴുവൻ പറയാൻ പറ്റുമല്ലോ ഞാൻ ഓർമ്മ വരുന്നതൊക്കെ. അപ്പം ആ ജഗന്നാഥിനെ അതുപോലെ കഴിഞ്ഞ് പശുവോട് ഉടുപ്പിച്ചു കൊണ്ട് രാമാനുചരിച്ചൊക്കെ പറഞ്ഞല്ലേ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ലീലകൾ കാണിച്ചിട്ടുണ്ട്.
അങ്ങനെ ജഗന്നാഥ് പുരിയിൽ ഇരുന്നാൽ പോരാ തോന്നിയിട്ട് കണ്ടു ഇവിടെ എല്ലാവരും വന്ന് ഇരിക്കുന്നുണ്ട്. കാരണം ഭഗവാൻ എല്ലാവരും വന്ന് ഇരിക്കണം, എല്ലാവരും കാണണം, നിങ്ങൾക്ക് കാണിക്കുവാണ് ഞാൻ കാണും പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ എല്ലാവരും അനുഗ്രഹിക്കണം. കാരണം നമുക്കൊന്നും ഇവിടെ വിട്ട് പോകണ്ട, ഒത്തുവിട്ട് പിരിയേണ്ട പറഞ്ഞ പോലെയാണ് ഭൗതിക ലോകത്തിൽ അള്ളി പിടിച്ചിരിക്കുകയും. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് അട്രാക്ട് ചെയ്ത് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഇതിലാണ്. ഏതെങ്കിലും പ്രകാരത്തിൽ പുരി പോകാത്തവരൊക്കെ ഒന്ന് പോകണം. ആരൊക്കെ പോകട്ടെ, പക്ഷെ കുറേ ആളുണ്ട് കൊണ്ടുപോകാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് എന്താ പിടിച്ചോ ഇവിടെ അനുത്തമ പ്രഭു കൊണ്ടുപോ പ്രഭു പതിത പാവനാവും അല്ലേ? അത് കാണാൻ ഭയങ്കര നഷ്ടമല്ലേ അല്ലേ? അതന്നെ എങ്ങനെ അവിടെ ഒരു ഡിസിപ്ലിനും ഗുരുവായൂർ പോലെയൊന്നും ഇല്ല. ദർശനം എടുക്കണമെന്നും അങ്ങനെ തന്നെ ഓടിക്കയറുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ഡേറ്റിനുള്ളിലേക്കും ചില നേരത്തെ ഒരു കയറ്റും തൊടും, ചിലപ്പോൾ ഡേറ്റിനുള്ളിൽ പായത്തിയായിരിക്കും, ഒന്നും പറയാൻ പറ്റും. പക്ഷെ ഭയങ്കര ഇഷ്ടമെന്നാണ് പറയുന്നത് ആളുകളെ എല്ലാവരും അവിടെ നിന്ന് പ്രസാദം കൊടുക്കാൻ. പക്ഷെ അതേപോലെ ഇതൊക്കെ പൊയ്ക്കോളും, തിരക്കോ അങ്ങനെ. അപ്പോൾ അത്രയും നമുക്ക് ഗുരുവായൂരത്തെ കാര്യം എല്ലാവർക്കും അറിയാം. നമുക്ക് ഗുരുവായൂർ പറയുമ്പോഴേക്ക് മനസ്സിനൊരു ഒരു ഭാഗത്ത് സങ്കടം പോകാൻ പറ്റില്ല, ഒരു ഭാഗത്ത് പോകുമ്പോഴുള്ള അനുഭവങ്ങൾ. അപ്പം അതിൽ ജഗന്നാഥ് പറഞ്ഞാൽ അങ്ങനെയല്ല. എത്ര എന്താ പറയുക, നീച്ചരോ മ്ലേച്ഛരോ ആരോ ആയിക്കോട്ടെ അവിടെ വന്നാൽ മതി. ആ പുലിയിലേക്ക് പോയവർക്ക് ഈ ജന്മൂലി എന്ന് പറയും. അതെ, പിന്നെ ഞാനായി അല്ലാതെ ചൈതന്യമാപ്പ് പറഞ്ഞു ഈ മിഷനിൽ വന്ന് പെട്ടാൽ പിന്നെ ഞാനായി പറഞ്ഞു. അതുകൊണ്ട് പേടിക്കുകയെ വേണ്ടത്. പക്ഷെ ഒന്നേലും തമ്മമ്മൽ ഒഫൻഡ് ചെയ്യാതെയും വേദനിപ്പിക്കാതെ ഇരിക്കണം. ഭഗവാനാ വെളിവില്ലെങ്കിൽ അതൊരു കാര്യം പറയട്ടെ, ആരായും വിചാരിക്കുന്നില്ലായിരിക്കും. കുറേ പട്ടത്തിരികൾ ഭയങ്കര സ്നേഹമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ട് തള വേദിക്കുക എന്നൊക്കെ പറഞ്ഞ ആളാണ്. പൂന്താനത്തിന് ഒഫൻഡ് ചെയ്തുകൊണ്ട് കേട്ടുമ്പോൾ ഇല്ലേ? അതേപോലെ ഒഫൻഡ് ചെയ്താൽ പോയി ഡിവോട്ടികൾ അതിൽ മാത്രം ഭഗവാനെ ശിശുപാലൻ എന്തൊക്കെ പറഞ്ഞു, സ്ത്രീലമ്പടനാഥയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞു. പക്ഷെ ദ്രൗപതിയൊക്കെ വേശ്യ പറയുക, പിന്നെ ഭീഷ്മരെയൊക്കെ ഇയാൾ നീ പോയില്ല, വയസ്സ് പോയി, ഇയാൾക്ക് തീരുമാനങ്ങൾ കൂടെ അതിൽ അന്നും ദേഷ്യം അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ ഭഗവാൻ ദേഷ്യം. അവരുടെ ഭക്തന്മാരെ തൊട്ട് കളിച്ച പോയി. അപ്പം അത് കാരണം നമ്മളെപ്പോഴും ഭക്തന്മാരുടെ തല്ലിയിൽ നമ്മൾ കൊള്ളുക എന്നല്ലാതെ നിങ്ങൾ ആ വഴിക്ക് ഭഗവാനെ നീ അങ്ങനെ എന്നെ അവിടേക്ക് വരാണ്ടാക്കണ്ട, തനിക്ക് ഞാൻ തിരിച്ചു പറയില്ല പറഞ്ഞു അല്ലേ? ഒരിക്കലും ദേഷ്യപ്പെടാനേ പോണ്ട ഭക്തന്മാരോട്. ഹരി ഹരി ബോൾ, ഹരേ കൃഷ്ണ. തിരുപ്പതിയിൽ ഒരെണ്ണം ഹാപ്പിലാണ്. അതായത് രാമനേ ഉള്ളൂ അദ്ദേഹത്തിന് പേര്. അദ്ദേഹം ഭയങ്കര അതാണ് ഞാൻ പറഞ്ഞത്. ഭഗവാൻ ചിലവരെ ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചോട്ട ഹരിദാസിനെ ഭയങ്കര ശിക്ഷിച്ചിരിക്കുകയാണ്. അതൊരു സ്ത്രീ നല്ല ഭംഗിയുണ്ടെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. വേറൊരാളല്ല വേശ്യൊക്കെ സത്യത്തിന് വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പിന്നെ അയാൾ തന്നെ പോകാൻ പറഞ്ഞു. ഭഗവാൻ അവിടെ നീ ഇവിടെ ഇരിക്കണ്ടേ, എൻ്റെ അമ്മയെ പോയി സൂക്ഷിക്കുക വിട്ടു എല്ലാം ചെയ്യും. ചില സമയത്ത് അങ്ങനെ. അതുപോലെ ഇദ്ദേഹം ഭയങ്കര ഭക്തനാണ്. പക്ഷെ ഈ ചെസ് കളിയില്ല, അതില്ലെങ്കിൽ തോൽവി. അതൊരു കമ്പം ഭയങ്കര. ചെസ് കളിക്കുക എല്ലാവരും തോൽപ്പിക്കുക, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞു. നല്ല ഭയങ്കര ഭക്തിയുണ്ട് കളച്ചത്. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു, ഭഗവാൻ പോയി കളിക്കാൻ. നല്ല ഈ മാലയൊക്കെ ആ ഇവിടെ വനമാല വേണം കഴുത്തിൽ, അത് വെച്ചിട്ടുള്ള കളിയൊന്നുമില്ല എല്ലാവരും ഇപ്പോൾ എടുത്ത്. എന്നിട്ട് തോറ്റു കൊടുത്തത്. അപ്പോൾ എന്താ ഉള്ളത് അങ്ങയുടെ അവധിയില്ല ശരി എന്ന് പറഞ്ഞിട്ട് വിട്ടു നോക്കാൻ പറഞ്ഞു. എന്നാൽ നല്ല ഭംഗിയുണ്ട് കൊണ്ട് അവിടുന്ന് മാഞ്ഞു. അപ്പോൾ പേടി മാഞ്ഞപ്പോൾ സാധാരണക്കാരനല്ലോ അശുവോന്ന് വിചാരിച്ചു. ഭഗവാന് നീയാണോ അങ്ങനെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് എടുത്ത് വിളിക്കുക. അപ്പോഴേക്കും അവിടെ മാല പോയോട് ബുക്കാരായി. ആരുടെ അവരുടെ വന്ന് ഇയാൾ പറഞ്ഞ വിശ്വസിക്കുക, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയവൾ സർവീസ് കൂടി എങ്ങനെ കിട്ടി. അപ്പം അമ്പലത്തിൽ കയറി. ഇപ്പം അറിയണം രാജാവൊക്കെ വന്നു. അയ്യോ സത്യമായിട്ട് വന്നു. പിന്നെ ഇയാളുടെ കൂടെ ചെറുപ്പം കളിക്കാൻ ഇവരുടെ ചെറുപടിക്ക് വേറെ പണിയിട്ടുണ്ട്.
ഭയങ്കര പ്രശ്നമായി. എന്നെ ജയിലിലപ്പോൾ ഭഗവാനെ ഞാൻ എന്നും എന്നെ പ്രാർത്ഥിച്ചാകെ തെറ്റിയത് ചെറുത്ത് കളിച്ച് ചെയ്തില്ലേ, പക്ഷെ ഇങ്ങനെ ശിക്ഷിക്കും. അപ്പോൾ മറുപടിയൊന്നും കൊടുക്കില്ല, കുറച്ച് തീയിട്ട് പോയിരിക്കും നമ്മൾ. അപ്പം അങ്ങനെ ജയിലിൽ പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, രാജാവ് പറഞ്ഞ ശരിയാണെന്തോ വൃത്തപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സത്യം ഉണ്ടാവും. ഞാൻ ഈ റൂം മുഴുവൻ കരിമ്പുറ്റി വെച്ചു, നീ അങ്ങനെ വലിയ ഭക്തനാണെങ്കിൽ നോക്കട്ടെ തൂക്ക് വെച്ചു. അരികൻ എന്നെ തൂക്കിലേക്ക് ഭഗവാന്റെ മാല മോഷ്ടിച്ച് നമ്മൾ ഞങ്ങൾ ഇദ്ദേഹം ഒത്തുപോയി ജപിക്കാൻ തുടങ്ങി. എന്താണ് ഗോവിന്ദ ഹരി ഗോവിന്ദ ഭക്തവത്സല ഗോവിന്ദ പാട്ട് കേട്ടാൽ കരച്ച് കേട്ടില്ലേ. പത്മാവത്തിന് മുമ്പോട് കല്യാണം പ്രിയാണ്, കല്യാണത്തിന് ഭയങ്കര ഇഷ്ടമുണ്ടോ. കല്യാണപ്രിയ ഗോവിന്ദ ഗോപീജന, ഇതാണ് നമ്മൾ മഹാവിഷ്ണുവാണ് ആ അമ്പലത്തിലേക്കെന്ന് പറയാൻ പാടില്ല. ഗോപീജനപ്രിയ എന്നൊക്കെ പറയുന്നത് വൃന്ദാവനപ്രിയ ഗോവിന്ദ. ഞാനും അതായിട്ട് അതിനെ കുറച്ച് വിചാരിച്ചിട്ട് സേവയ്ക്കുള്ളതാണ് എല്ലാം ആ പാടാന്ന് പറഞ്ഞു. അപ്പോൾ എവിടുന്നോ ഒരു അങ്ങനെ വന്ന് ജയിലിൽ താമസിക്കുന്നവരൊക്കെ പേടിച്ചോടി അവർ ഓടിപ്പോയി രാജാവിനെ പറഞ്ഞു, ആ സാധു ആന ചവിട്ടി കൊല്ലുന്നതൊന്നും ഡൽഹിയിലില്ല. ഒരു ആന കയറി കരിമ്പ് കണ്ടിട്ട് ഒരു രാജാവിന് പേടി. ആ മനം വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഓടി വരാം. ഈ ജയിൽ തകർത്തിട്ട് എല്ലാ കാര്യം ഇങ്ങനെ കാണണേയില്ല, കണ്ണടച്ചിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചു. വാരിപ്പായ കാര്യങ്ങളൊക്കെ നിന്ന് ആനണ്ടായിരുന്നു. ഇവര് രാജാവിനെ കറിച്ച് പടന്നാലും വരുന്ന അദ്ദേഹം അങ്ങനെ പാടിക്കൊണ്ടിരിക്കും കരഞ്ഞോണ്ട്. രാജാവ് പോയി കാര്യക്കുന്നു. അപ്പം അന്ന് മുതൽ ആദിരാമന്റെ ആന വന്ന് രക്ഷിച്ചുകൊണ്ട് അതാണ് ആദിരാമപ്രിയ ഗോവിന്ദ എന്ന് എന്ത് ചെയ്തു. അതിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ ഈ ഊഞ്ഞാൽ സേവ അദ്ദേഹത്തിൻ്റെ വകയും അതുമല്ല. ഈ ഭഗവാൻ എന്ത് ചെയ്യുമോ, വെറുതെ ഇരിക്കുന്നവരും ചോറിയല്ലേ രാധാകൃഷ്ണൻ മണിയൊക്കെ. എന്നാലും നീ കത്ത സ്ത്രീയൊന്നും അല്ല പറഞ്ഞ കാര്യം ഇരിക്കും. അതുപോലെ പത്മാവതി ചോദിപ്പിക്കും. പക്ഷെ വേണം വെച്ചിട്ട് കാണാണ്ട് ഗോപിയൊക്കെ പോവുക. എന്നിട്ട് വൈകി വന്ന പോലെ കള്ളത്തരം പോലെ എൻ്റെ അടുത്ത് വരികയാണ് വേറെ എടുത്തിടത്ത് തമ്മിൽ. അപ്പം എന്ത് വെച്ചത് ഈ ഹണിമൂൺ കാലത്ത് കണ്ടില്ല, കല്യാണം കഴിഞ്ഞ ഉടനെയോ കാമുകികം ഇപ്പോൾ ഭയങ്കര രണ്ട് മക്കളൊക്കെ ആകുമ്പോൾ നീ ആരും ഞാനാരും നോക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഹാപ്പിരാം വിചാരിച്ചത് അതൊന്നും വീട്ടിൽ കല്യാണം കഴിച്ച് വയ്ക്കുക. അപ്പോൾ ഒന്നും മധുരിക്കും ആഘോഷിക്കും. അതാണ് നാളെ. അതേപോലെ ഞങ്ങൾ പോയപ്പോൾ എന്തോ ഒരു ഊഞ്ഞാൽ സേവി പത്മാവതി ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങൾ സേവയ്ക്ക് പോയപ്പോൾ അന്ന് ഞങ്ങൾക്ക് വേഗം പോകണം. അപ്പോൾ ഇന്നലെയും കണ്ടില്ല മറിച്ച് നമുക്ക് പോവാം. ഞങ്ങൾ ഓടുന്ന ഒരു പോലീസുകാരെ ഒരെണ്ണം വിളിച്ചിട്ട് ഓടി എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വന്ന് വേഗം നിയന്ത്രിക്കും. നോക്കുമ്പോഴറിയോ പത്മാവതി ഇറങ്ങുന്ന സ്ഥലം. എന്നിട്ട് ഞങ്ങൾക്കൊക്കെ പത്മാവതി കല്യാണം നടന്നു. ഞാൻ വന്നിട്ട് ഇവരിക്കും പോകാൻ തരില്ല. നമ്മൾ എന്നെ എടുത്തിട്ട് പടക്കാൻ വരുമ്പോൾ പക്ഷോ ഭഗവാനെ ഈ മാതാജിയുടെ കൈ പിടിച്ച് പഠിച്ചിട്ട് കൊണ്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞു. കൊണ്ട് നമ്മൾ വിസിലടിക്കോ അങ്ങനെ. എന്നിട്ട് എന്തോ ഒരു തിരക്കാണ്. അത് ഊഞ്ഞാൽ ജോലി കൊണ്ടിട്ട് ഭഗവാനെ കല്യാണം കഴിക്കാൻ. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അത്ര നേരം എല്ലാവരെയും നോക്കി ചിരിക്കും പോലെ ഊഞ്ഞാൽ. ഇവർ രണ്ടാളും അമ്പലത്തിൽ കൊണ്ടുപോയില്ലേ, അതിന് നമ്മൾ പൊക്കോളുന്നത് നമ്മളെയൊക്കെ പിടിച്ച് നോക്കും. ആ പോക്ക് കണ്ടാലേ മൺചെറ്റ് നമുക്ക് മൂട് കാണും. ഞാൻ പറഞ്ഞു നോക്ക് കാര്യം കഴിഞ്ഞപ്പോൾ കൊട്ടിയ പട്ട് കൂടെ കൊണ്ട് എല്ലാവരും കൂടി ശരിയാണ് വെറുതെ പറഞ്ഞു. തിരിഞ്ഞ് നോക്കാണ്ട് പത്മാവതി കിട്ടിയിട്ട് ഇങ്ങനെ ദിവസവും അങ്ങനെയാണ് അവിടെ. പക്ഷെ നമുക്ക് കരച്ചിൽ വരും. ഞങ്ങളന്ന് എല്ലാ ദിവസവും കാണുന്നില്ലെന്ന് വിചാരിച്ചാണ് കണ്ടു. അതിന് ഈ പോണ വരെ കാണാൻ പറഞ്ഞത് എല്ലാ ദിവസവും കാണുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അവർ വിളിച്ച കല്യാണമാണെങ്കിൽ ഞങ്ങൾ ഈ ഡ്രസ്സല്ലേ വലിയ ഉറക്കെ ഇവിടെ വളണ്ടിയർ ആയി നിൽക്കണം. ഞങ്ങൾ കല്യാണമാണ് പറഞ്ഞില്ലേ പോലീസ് ഓർഡർ ചെയ്താണ് ഞങ്ങളത്. അന്ന് എന്നെ വിളിച്ച് ഒരു കൈ പിടിച്ച് ചോദിച്ചിട്ട് ഒരു വയസ്സിന് ഇവിടെ നിൽക്കണം തെലുങ്കിൽ. എനിക്ക് മനസ്സിലായി ആക്ഷൻ ഇവിടെ നിൽക്കണമെന്നത്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾക്ക് അവിടെ സേവയ്ക്ക് പോയിട്ട് പല അനുഭവം പറയും. സുപ്രഭാത ഡ്യൂട്ടി വ്യാഴാഴ്ച കണ്ണ് പോകാൻ തുറന്നത് ഞങ്ങളുടെ നേരത്തെയായിരുന്നു. ഞാനും വേറൊരു കുട്ടി മാത്രം ഏറ്റവും അവർക്ക് ഇത്ര ഒരു ഡിസ്റ്റൻസ് ചെയ്തു. ഞാനിവിടെ വളരെ പറയപ്പെടില്ല. ആ നിലവിൽ ഞാൻ അത് ഈ പീസൊക്കെ ആ പഴയ സിനിമയിലെ തെലുങ്ക് രാജപ്പുറമേലെ വൈഡൂരി അമ്മ അവർ കളന്ന ഭാര്യമാരോട് കൂടിയിട്ട് 10,000 രൂപ പടയത്തൊക്കെ കൊടുത്തിട്ട്
എന്നിട്ട് അവരെയും കൂടുതൽ നിർത്താനായിട്ടില്ല. നമ്മൾ 10 പൈസ കൊടുക്കണ്ട, രാവിലെ പോകുന്നതിനകത്ത് 8 കിടക്കാൻ. അപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ വിചാരിച്ച് പാവം തന്നെ എൻ്റെ ഭഗവാൻ കണ്ട് ടീച്ചേഴ്സ് ഞാൻ ഭക്തന്മാരുടെയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ഗാർഡ് പറഞ്ഞു, വേണ്ടമ്മ ഇവിടെ അതിനൊക്കെ കൂലിക്ക് ആളെ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങളവർക്ക് കൂലി കൊടുത്തോളൂ, പക്ഷെ ഞാനിത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇല പിടിച്ച് വെച്ചത് എൻ്റെ മേലൊക്കെ ഒരു കുട്ടിയാളുണ്ട്. ഇതിലൊക്കെ ആയിരിക്കണം സന്തോഷം. കാരണം എനിക്ക് എന്ത് പ്രതിഫലം ചെയ്യാമെന്ന് അറിയില്ല. അത് മുന്നേ അറിഞ്ഞത് ഇത് കിട്ടില്ല എന്ന്. അത് ഇവിടെ മേൽശാന്തിയിൽ നടത്തൽ പോലെ ഭഗവാനെ സെലക്ട് ചെയ്യുന്നത് ഇതിൽ സൈനിക ഡ്യൂട്ടി. ആ പോലീസുകാർ പറഞ്ഞു ഇതിനിവിടെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഇവിടെ കല്യാണം വെച്ചു. അതേ ഡേറ്റീസ് വന്നിട്ട് ഇവിടെ കല്യാണം വെച്ചു. അപ്പം ഞങ്ങൾ തെറ്റി പറഞ്ഞ് ഇങ്ങനെ പോവാന്നല്ലേ പോലീസ് പിടിച്ച് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ദിവസം കണ്ടാലേ ഇവിടെ നിർത്തി വന്നതായിട്ടില്ല ഭഗവാൻ പാവം തന്നെ ഇനി എപ്പോൾ കാണും. ഞങ്ങൾ അവിടെ നിന്ന് പിരിയുമ്പോൾ ഇവിടെ കോട്ടമംഗലത്ത് വന്നു. പാലക്കാട് ബ്രാഹ്മൺ സപ്പോർട്ടിൽ എത്തിയുള്ളൂ. അതേ ഡേറ്റ് വന്നപ്പോൾ എന്നിട്ട് എൻ്റെ കൂടെ വന്നൊരു പാലക്കാട് കഴിയുന്നതിൽ മനസ്സ് അവർ പറഞ്ഞു നോക്ക് മനസ്സിന് പറഞ്ഞില്ലേ കല്യാണം ഇവിടെ കാണുക പറഞ്ഞില്ല. അതുപോലെ മനസ്സിന് പിന്നാലെ ഇവിടെ വന്ന് കല്യാണമായിരുന്നു. പെട്ടെന്ന് മൈതാനം അതിന് മുന്നേ എപ്പോഴും വന്നിട്ടല്ല നമുക്കറിയില്ലല്ലോ. കല്യാണം നല്ല കണ്ടു നമ്മൾ അടുത്തുന്നത് ഊഞ്ഞാലാട്ടും ഒരു നേരം കല്യാണം കഴിച്ച് ഊഞ്ഞാലെടുക്കപ്പോൾ ചേർന്നാലും എന്നിട്ട് അവിടെ അപ്പം അവിടെ ഒരു നമ്മുടെ ഇവിടെ ഇതിൽ പറയില്ലേ എന്താണ് ഗുരുവായൂരിൽ എന്താ പറയുക ജീവിക്കാർ ഗവേണിംഗ് ബോഡി അതിൽ മെയിനാളായിരിക്കെ പറയില്ല. അതുപോലെ ഒരാളാണ് അവിടെ വന്നത്. ഇപ്പം പറഞ്ഞത് ഭയങ്കര പവർഫുൾ ഡേറ്റിയാണ് അവർക്ക് കല്യാണം നടക്കുന്ന ഡേറ്റിയാണ്. അതുപോലെ ആർക്കെങ്കിലും വ്യാഴാഴ്ച സുപ്രഭാത ഡ്യൂട്ടി കിട്ടുമെങ്കിൽ അത് ഭഗവാൻ തിരിച്ചറിയണം. സുപ്രഭാതം നല്ല സന്നിധി പലർക്കും പല സമയത്ത് കിട്ടുകയൊക്കെ ചെയ്യും. അത് ഭഗവാനെ സെലക്ട് ചെയ്യുമ്പോൾ അത് പക്ഷെ ഞാൻ പാലക്കാട് എത്തിയിട്ട് അറിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഭഗവാൻ എന്തായാലും ഒരു യോഗ്യതയില്ലെങ്കിലും ഭഗവാൻ കാണിച്ചു തരുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. നീ എന്താ പ്രത്യുപകാരം ചെയ്യും. അത് കാരണം എന്നെ ഭാഗത്തെടുക്കാൻ എത്ര എത്തിക്ക് വിളിച്ചാലും ഇപ്പോൾ ഞാൻ പോകുന്നുണ്ട്. എന്ത് കഷ്ടപ്പെട്ടാലും പോകും. കാരണം എന്താ ചെയ്യുക അല്ലാത്ത സേവ അല്ലേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് മാക്സിമം ചെയ്യാന്നുള്ളതാണ്. അത് നല്ല ഏത് സേവയ്ക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് ടൈറ്റായി അവിടെ കാര്യങ്ങൾ അങ്ങനെ മലയാളി കിട്ടാതായി. അപ്പം ഞാൻ വിചാരിക്കും അന്ന് വാട്സപ്പിൽ ഒരു നമ്പർ കണ്ടിട്ട് എന്താ ചില പഠിച്ചിട്ട് ഇവിടെ പോകണമെന്ന് ഒരു നിമിഷം ഞാൻ ആലോചിച്ചതാണ്. പക്ഷെ അത് അങ്ങനെ പോകാമെന്ന് തോന്നിച്ചു. അതിന് ശേഷം നമുക്ക് പറ്റണ്ടേ പറ്റില്ല അവിടെ എടുക്കാതെയായി. അങ്ങനെ ഭഗവാനെ അത് മറക്കില്ല. അപ്പോൾ അവരുടെ ഭഗവാൻ തന്നെയാണ് ഉടുപ്പിയായാലും ഗുരുവായാലും ജഗന്നാഥ ഇവിടെ ചെലവതി എല്ലാം ഭഗവാൻ വിവിധ രൂപത്തിലാണ്. ആരും ഇവിടെ ചതുർഭുജ പോകുന്നത് അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റും. പ്രത്യേകം ഗുരുവായൂർ ഭഗവാൻ പറയുന്നത് ഞാൻ ഇവിടെ കൃഷ്ണനാണ്. ആരോട് പണ്ട് അശരീതി കൊടുത്തു മഞ്ജുള ഉണ്ണിക്കണ്ണ വിളിച്ച് ഒരാൾ ചെയ്ത പറഞ്ഞു ഇവിടെ നാരായണനാണ്. ആര് പറഞ്ഞു ഞാൻ ഉണ്ണിക്കണ്ണൻ. നമുക്ക് ദേഷ്യം വരുവാനായിട്ട് പറഞ്ഞു രുക്മണി കത്തിന് ഇങ്ങനെ ഒഴിപ്പിച്ചില്ല തിരുമേ. അപ്പോഴേക്കും കൂടുതൽ പറയുന്നു കൂടുതലും ഭയങ്കരമായിട്ട് എക്സാഗ്രേറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതൊക്കെ പറയുന്നത് ആര് പറഞ്ഞു എൻ്റെ ഇല്ലല്ലേ 10 കിട്ടിയതിൽ അപ്പുറം സ്വന്തമായിട്ട് ഇനിയും പറഞ്ഞു. അതുമല്ല ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ ചില ഡിവോട്ടീസ് പറഞ്ഞു അത് കൊള്ളാലോ അടുത്ത് ഈ അങ്ങനെ ചെയ്താലോ പറയുന്നു. ആ ഭഗവാൻ എന്താ പറയുക ഈ ഭക്തന്മാരെന്നും എടുത്തു. അപ്പം അതുകൊണ്ടാണ് ഭക്തന്മാർ വരും പറയുമ്പോൾ പിന്നെ ഇത് പറയുമ്പോൾ എന്താണെന്ന് പറയാൻ പാടില്ല. ചിലപ്പോൾ ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യും. അതല്ലേ അതുപോലെ എല്ലാം ഇങ്ങനെയൊന്നും നടന്നുണ്ടാവില്ല. പലരും പകുതി വിശ്വാസം പോലെ അപ്പം അതുപോലെ ഗുരുവായൂരിന് അങ്ങനെ തന്നെയാണ്. വളരെ പരീക്ഷിച്ചു വളരെ വിശ്വാസക്കുറവ് കാണിച്ചാൽ പിന്നെ അത് അവിടെ കൊണ്ടേറ്റ് വളരെ ചെയ്യണം. ഒരു എന്താണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സമൂഹത്തിലോ ഇത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. ഒരു പെൺകുട്ടി പറയുക 10 വരെ അവൾ വീട്ടിലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മാമന്മാരെ കൂടി ഭക്തി ഉണ്ട് പോവല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് കടകളൊക്കെ കയറി നാട്ടിൽ ചെറിയ തുളസില പ്രായത്തിലൊക്കെ കൊണ്ടുവന്നത് അങ്ങനെ പോയി. പക്ഷെ കല്യാണം കഴിച്ചപ്പോൾ ദൂരെയായി അവർ കാണെങ്കിൽ ദൈവമില്ല പോകുന്നില്ല.
അപ്പൊ ഈ കുട്ടി അതുപോലെ വിചാരമൊക്കെ ഉണ്ട്, കുളക്കുളത്തും പ്രാർത്ഥിക്കും. പക്ഷെ ഗുരുവായൂർ പോയില്ലല്ലോ, അങ്ങനെ ഒരു നഷ്ടമൊന്നുമില്ല. അപ്പൊ അമ്മ വിളിച്ച് പറഞ്ഞു, എൻ്റെ കല്യാണം എന്നെയും ഭർത്താവിന് തുലാഭാരം കൊടുക്കുക എന്ന് ഞാൻ പ്രാർത്ഥിച്ച് പോകാൻ പറഞ്ഞു. ഈ വിശ്വാസമില്ലാത്തവരോട് പോയിട്ട് അവിടെ തിരക്ക് കൊണ്ടപ്പോൾ ഭർത്താവ് ചീത്ത പറഞ്ഞ വേറൊന്നും നാട്ടിലെന്ന് പറഞ്ഞിട്ട് ഇവൾ പുറത്ത് വന്ന ആ ദിവസത്തിൽ എല്ലാവരും അങ്ങാടിക്കോട്ടെ അമ്മയുടെ പോയി. അമ്മയുടെ ഇത് പറഞ്ഞു, അമ്മ ഈ മേലിൽ ഇങ്ങനത്തെ ഒന്നും ചെയ്ത് പോയിരുന്നു. ദൂഷ്യപ്പെട്ട അമ്മയ്ക്ക് വിഷമമില്ല, ചെറുതായിരുന്നു വിഷമമാണല്ലോ വിഷമവും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി 1 മാസം കഴിഞ്ഞ് 9 മാസം വരെ ഒരു കുഴപ്പമില്ല. ചെക്കപ്പ് ഓരോ നടക്കുമ്പോഴത്തേക്ക് കുട്ടികൾ കല്ലെടുത്ത് കളിക്കുമ്പോൾ ചെറുതായിട്ട് വേദനിച്ചൊന്നുമില്ല. കല്ലി കൊണ്ടുപോയി ചെക്കപ്പിന് പോയപ്പോൾ അവർ ഇന്ന രീതിയിൽ അഡ്മിറ്റ് ചെയ്യണം. 300 കുടന്ന് പോയി വീട്ടിൽ പോയി പ്രസവിച്ചു. സിസേറിയൻ ഇത് എടുത്തിട്ട് ഇവരെ അങ്ങോട്ട് ഓടുക തുറന്നും പറയുന്നില്ല. കുട്ടി ICUവിലായി. പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും കുട്ടികളുണ്ടാവും, വിഷമിക്കട്ടെ, ഞങ്ങൾ എന്നെ രക്ഷിച്ചു എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇവൾ കരയാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ്റെ പെങ്ങൾ ഒരു അമ്പലത്തിൽ ദേവിക്കായപ്പോൾ വഴിപാട് ചെയ്യാൻ പോയി കുട്ടിയെ രക്ഷിക്കണം പറയാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ബോർഡ് ചെറുതായി ഒരു ജോലിസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഓടിപ്പോയി ജോലിസിലെ എൻ്റെ ആങ്ങളുടെ മുകളിൽ പ്രസവിച്ച് കിട്ടുന്നു. എന്തെങ്ങനെ ഒരു ദോഷം വന്നു, അവൾ ഗുരുവായൂർ ഭക്തിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. അപ്പോൾ ജോലിസ് മാത്രം അതെ ഒരു വഴിപാട് കൊടുക്കുക അവർക്ക് കൊടുക്കണം. അതിനെപ്പറ്റി ചീത്ത പറഞ്ഞു കൊടുക്കുന്നു ഒരു തുലാഭാരത്തിന്. അതുപോലെ അവൾ വരാറില്ല അമ്പലത്തിൽ പോകാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഗുരുവായൂരപ്പം പഴങ്ങിയിരിക്കാനൊക്കെ പ്രശ്നം വെച്ച് പറഞ്ഞപ്പോൾ തെറ്റ് ഇപ്പോൾ എന്ത് ചെയ്യണം? വേറെ തെറ്റ് പറഞ്ഞ് ഒഴിഞ്ഞു വെച്ച് എപ്പോഴും വന്നോളം കുട്ടി വിട്ട് 21-ാം പക്കം ഇത് ഇങ്ങനെയൊക്കെ ചെയ്തോളും. തുലാഭാരം കുട്ടിയെ ചെയ്തോളണം. എൻ്റെ തെറ്റ് പറഞ്ഞ് കുടുംബത്തോടെ അവർ വന്നോളം പറഞ്ഞത്. അയ്യോ വരാറോ അച്ഛൻ്റെ പിള്ളകൾ വന്ന് കാണുമ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞു, മോളെ വേഗം അതൊക്കെ ചെയ്യും, ഉള്ളിലേക്ക് എല്ലാം പറഞ്ഞു. ഓ ശരി പറഞ്ഞു. പിന്നെ കുട്ടി നീലിക്കുക ഇവരൊക്കെ ഇവർ കിട്ടില്ല, കിട്ടിയാൽ തന്നെ മന്ദബുദ്ധിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചത്ര ജോലിയും പറഞ്ഞുകൊണ്ട് കാര്യം അവസാനം ഇവിടുന്ന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോയ ഒരാൾ വന്നു. എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ മാക്സിമം ചെയ്തു നിങ്ങളുടെ വീടായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പയ്യെ എനിക്ക് കുട്ടിയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അയ്യോ ഇങ്ങനെ പറയും മന്ദബുദ്ധിയോ കുട്ടിയാലും മന്ദബുദ്ധിയാവും പറഞ്ഞു. ആര് പറഞ്ഞു? കുറ്റാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ശരിക്കും അയാൾ പറഞ്ഞത് 21-ാം പക്കം ഇവിടെ എടുത്ത് കുട്ടിയെ കൊണ്ടുപോയി ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു. അച്ഛൻ പെങ്ങളെ ഓടിപ്പോയിട്ട് ആ ന്യൂസിന് കുറേ കൂടി പൈസ കൊടുത്ത് അവർ പോകണം. അങ്ങനെ ഒരു ബോർഡിൽ അങ്ങനെ അമ്പലക്കാരുടെ ഈ പരിസരത്തെ ജോലിച്ചിരിക്കുക പറഞ്ഞാൽ ഈ അമ്മ കരയാൻ തുടങ്ങി. അയ്യോ അത് ഗുരുവായൂരപ്പനാണ് പറഞ്ഞാണെങ്കിൽ ഞാൻ കാര്യം ഞാൻ വെട്ടിപ്പിടിക്കുമായിട്ട് അവർ പറഞ്ഞ ഈ സങ്കടം. അങ്ങനെ അവർ ആ കുട്ടി കരഞ്ഞിട്ട് പറയാം, അതായത് ഭഗവാനോട് കളിക്കരുതായിരുന്നു. അങ്ങനെ പിന്നെ തുലാഭാരം എന്നും പോകും പറയും. കുട്ടിയാണെങ്കിൽ ഏറ്റവും മിടുക്കനായി പഠിക്കുക, നല്ല ഇതായിട്ട് പോകണം. അതാണ് അങ്ങനെ നോക്കും. ഇപ്പോഴും ഞാനിപ്പോൾ അനുഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ വിശ്വാസം വരുത്താനായിട്ട് ഈ തുറമുഖ ചാനലും അവരുടെ അഡ്രസ്സ് പേരൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് നുണയൊന്നും അല്ല. ഇനിയിപ്പോൾ വേറെ വല്ലവരും ആര് കണ്ട് എന്നൊക്കെ പറയാൻ ആളുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു നമുക്കൊക്കെ ഒരുപാട് പക്ഷേ എനിക്ക് ആരെയും ദിവസമുള്ള ഭക്ഷണം ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കണ്ടേ അല്ലേ? എനിക്ക് മറ്റുള്ളവരുടെ അനുഭവം ഒരുപാട് എത്രയോ ആൾക്കാരുടെ അനുഭവമൊക്കെ കേട്ടിട്ട് പോരാണ്ട് കിടക്കുന്നുണ്ട്. എൻ്റെ അനുഭവം ഉപകാരം കേൾക്കുമ്പോൾ കൂടി എനിക്ക് ബെഡ്ഷീറ്റ് പോലെ സാധനങ്ങൾ പോകണ അതുകൊണ്ട് ഞാൻ പറയും ഭഗവാൻ എനിക്ക് മറ്റുള്ള ഡ്യൂട്ടീസിൻ്റെ പാട്ടാണ്. ഒരുപാട് അനുഭവങ്ങൾ ഓരോ മഹാരാജ്യങ്ങളിൽ വരുമ്പോഴൊക്കെ പറയണം. നമുക്കിങ്ങനെ അതൊക്കെയാണ് ഭഗവാനും പിന്നാലെ നടന്നു എന്ത് വായിക്കണം. അതല്ല ചൈതന്യ ക്ലാസ് ടീച്ചിങ്സ് ഓഫ് ചൈതന്യമാണ് ഞാൻ വായിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ. അതിൽ പറയണം ഏത് ഗുരുവാചാര്യം ആയിക്കോട്ടെ എൻ്റെ ഈ മിഷനിൽ വന്നവരെ ആരിനെ പറഞ്ഞാണെന്ന് ചോദിച്ചുകൊണ്ടു. കാരണം ഗുരുവാചാരം അവൻ്റെ കുഞ്ഞന്മാരാണ്. ബാക്കി ഭാഷയെന്നൊക്കെ ഞാനല്ലേ, നിങ്ങൾക്കെന്താ ചേർന്നാകും. നമ്മൾ ഹരേ കൃഷ്ണ ഡിവോഴ്സിന് പോകുമ്പോഴത്തെ വെച്ച് അത് ഭഗവാനാണ്, നമ്മളെല്ലാം ചിലപ്പോൾ എല്ലാം ചെയ്യും. അസോസിയേഷൻ കൊണ്ടുപോകും,
വേറെ മണ്ണിൻ്റെ വിനർക്ക് കന്യാസ് കൊടുത്തിട്ട് ആളുടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ആ നേരത്തെ റസിയെ കെട്ടിയിട്ട് മുസ്ലിമിനെ കെട്ടിയിട്ട് പോകുന്നുണ്ടാവും പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ തോൽപ്പിക്കും. കാരണം ആ രാജവും ജന്മത്തിൽ ആരെയും പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അതുപോലെ ഇപ്പം ചിലപ്പോൾ അതൊക്കെ ചെയ്യും. പക്ഷെ ഭഗവാൻ എവിടെയാണ് തിരിച്ചു കൊണ്ടുവരാനും ഭഗവാൻ അറിയും. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയുന്നത് ഏകരാജനും ഗുരുവിനും അല്ലാതെ ഒരാൾക്ക് ശിക്ഷിക്കാനും നാടി പ്രതിഷ്ഠിച്ചത് നന്നാക്കാനേ പാടും. ഹരേ കൃഷ്ണ സമയമില്ല. ഹരി ഹരി ഗോ मानसिकाधिका देवी माता जी की महाराज की जय.